ഹലോ, നമ്മളിന്ന് നോക്കാൻ പോകുന്നത് S4-ലെ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൽ എന്ന ഫസ്റ്റ് മോഡ്യൂളിനെ പറ്റിയിട്ടാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഫസ്റ്റ് മോഡ്യൂളിൽ ആദ്യം നമുക്ക് എന്താണ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് നോക്കാം. ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഇസ് എ പ്രോഗ്രാം ദാറ്റ് മാനേജസ് ദി കമ്പ്യൂട്ടർ ഹാർഡ്വെയർ. കമ്പ്യൂട്ടർ ഹാർഡ്വെയറിനെ മാനേജ് ചെയ്യുന്ന ഒരു പ്രോഗ്രാമിനെയാണ് നമ്മൾ ബേസിക്കലി ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറയുന്നത്. It acts as an intermediary between the user of a computer and the computer hardware. കമ്പ്യൂട്ടർ ഹാർഡ്വെയറിനും യൂസറിനും ഇടയിൽ ഒരു ഇന്റർമീഡിയറി ആയിട്ട് വർക്ക് ചെയ്യുന്ന ഒരു പ്രോഗ്രാമിനെയാണ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറയുന്നത്. കമ്പ്യൂട്ടർ സിസ്റ്റം ക്യാൻ ബി ഡിവൈഡഡ് റഫ്ലി ഇൻറ്റു 4 കമ്പോണൻസ്. 4 കമ്പോണൻസ് ആയിട്ട് നമുക്കൊരു കമ്പ്യൂട്ടർ സിസ്റ്റത്തിനെ ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ ഏതൊക്കെയായിരിക്കും? ഹാർഡ്വെയർ, ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആൻഡ് ആപ്ലിക്കേഷൻ പ്രോഗ്രാം ആൻഡ് യൂസേഴ്സ്. 4 രീതിയിൽ നമുക്ക് കമ്പ്യൂട്ടർ സിസ്റ്റത്തിനെ ഡിവൈഡ് ചെയ്യാൻ വേണ്ടി പറ്റും. കമ്പ്യൂട്ടർ ഹാർഡ്വെയർ, ഓപ്പറേറ്റിംഗ് സിസ്റ്റം, ആപ്ലിക്കേഷൻ പ്രോഗ്രാം ആൻഡ് യൂസർ. ആപ്ലിക്കേഷൻ പ്രോഗ്രാംസിലാണ് നമ്മൾ കമ്പൈലർ, ടെസ്റ്റ് എഡിറ്റർ, അസംബ്ലർ ഇതൊക്കെ വരുന്നത് ആപ്ലിക്കേഷൻ പ്രോഗ്രാംസിലായിരിക്കും. നെക്സ്റ്റ്, ഹാർഡ്വെയർ എന്ന് പറഞ്ഞാൽ CPU, മെമ്മറി, ഇൻപുട്ട് ഔട്ട്പുട്ട്, IO ഡിവൈസസ് ഇതൊക്കെയാണ് ഹാർഡ്വെയറിൽ ഇൻക്ലൂഡ് ആവുന്നത്. അതെന്ത് പ്രൊവൈഡ് ചെയ്യും? ബേസിക് കമ്പ്യൂട്ടിംഗ് റിസോഴ്സസ് പ്രൊവൈഡ് ചെയ്യുന്നതാണ് ഹാർഡ്വെയർ എന്ന് പറയുന്നത്. നെക്സ്റ്റ്, ആപ്ലിക്കേഷൻ പ്രോഗ്രാംസ് ഇൻക്ലൂഡ് ആവുന്നത് കമ്പൈലേഴ്സ്. നേരത്തെ പറഞ്ഞ പോലെ കമ്പൈലേഴ്സ്, അസംബ്ലേഴ്സ്, അതേപോലെ സ്പ്രെഡ്ഷീറ്റ്സ് ഇതൊക്കെയാണ് ആപ്ലിക്കേഷൻ പ്രോഗ്രാമിൽ വരുന്നത്. which are used to solve the computing problems of the user. യൂസറിൻ്റെ കമ്പ്യൂട്ടിംഗ് പ്രോബ്ലംസ് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആപ്ലിക്കേഷൻ പ്രോഗ്രാംസ് യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ്, ഓപ്പറേറ്റിംഗ് സിസ്റ്റം. ഓപ്പറേറ്റിംഗ് സിസ്റ്റം കൺട്രോൾ ആൻഡ് കോർഡിനേറ്റ് ദ യൂസ് ഓഫ് ഹാർഡ്വെയർ എമംഗ് ദി വേരിയസ് ആപ്ലിക്കേഷൻ പ്രോഗ്രാംസ് ഫോർ ദി വേരിയസ് യൂസേഴ്സ്. വേരിയസ് യൂസേഴ്സിന് വേണ്ടിയിട്ട് വേരിയസ് ആപ്ലിക്കേഷൻ പ്രോഗ്രാംസ് കോർഡിനേറ്റ് ചെയ്യാനും കൺട്രോൾ ചെയ്യാനും വേണ്ടിയിട്ടാണ് നമ്മൾ ഓപ്പറേറ്റിംഗ് സിസ്റ്റംസ് യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ്, കേർണൽ ഡേറ്റ സ്ട്രക്ചർ. കേർണൽ ഈസ് എ സെൻട്രൽ കമ്പോണന്റ് ഓഫ് ആൻ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ദാറ്റ് മാനേജസ് ഓപ്പറേഷൻസ് ഓഫ് കമ്പ്യൂട്ടർ ആൻഡ് ഹാർഡ്വെയർ. കമ്പ്യൂട്ടർ ഓപ്പറേഷൻസും ഹാർഡ്വെയറും മാനേജ് ചെയ്യുന്ന ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന്റെ സെൻട്രൽ കമ്പോണന്റിനെയാണ് നമ്മൾ കേർണൽ എന്ന് പറയുന്നത്. കേർണൽ എന്ന് പറയുന്നത് എന്താണ്? ഒരു കമ്പ്യൂട്ടറിന്റെ ഓപ്പറേഷൻസിനെയും ഹാർഡ്വെയറിനെയും മാനേജ് ചെയ്യുന്ന ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന്റെ തന്നെ ഒരു സെൻട്രൽ പാർട്ടിനെയാണ് നമ്മൾ കേർണൽ എന്ന് പറയുന്നത്. ഇറ്റ് ബേസിക്കലി മാനേജസ് ഓപ്പറേഷൻസ് ഓഫ് മെമ്മറി ആൻഡ് CPU-ന്റെ ടൈം, മെമ്മറി ടൈം, CPU ടൈമിന്റെ ഒക്കെ ഓപ്പറേഷൻസിനെ മാനേജ് ചെയ്യുന്നത് ബേസിക്കലി കേർണലാണ്. ഇറ്റ് ഈസ് എ കോർ കമ്പോണന്റ് ഓഫ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം. ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന്റെ തന്നെ ഒരു കോർ കമ്പോണന്റ് ആണ് കേർണൽ എന്ന് പറയുന്നത്. Kernel load first into memory when an operating system is loaded and remains into the memory until operating system is shut down again. കേർണൽ എന്ത് ചെയ്യുന്നു? കേർണൽ ഫസ്റ്റ് മെമ്മറിയിൽ ലോഡ് ചെയ്യുന്നു. ഓപ്പറേറ്റിംഗ് സിസ്റ്റം ലോഡ് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യുന്നു? കേർണൽ മെമ്മറിയിൽ ലോഡ് ആവുന്നു. ദെൻ മെമ്മറി തന്നെ അത് റിമൈൻഡ് ചെയ്യുന്നു. ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഷട്ട് ഡൗൺ ചെയ്യുന്നത് വരെ അത് മെമ്മറി തന്നെ അത് എന്ത് ചെയ്യുന്നു? റിമൈൻഡ് ചെയ്യുന്നു. It is responsible for various tasks such as disk management, task management and memory management. ഇതായിരിക്കും ഈ വേരിയസ് ടാസ്ക്. ഏതൊക്കെ ടാസ്കുകളാ? ഡിസ്ക് മാനേജ്മെന്റ്, ടാസ്ക് മാനേജ്മെന്റ് ആൻഡ് മെമ്മറി മാനേജ്മെന്റ്. ഈ വേരിയസ് ടാസ്കുകൾക്ക് റെസ്പോൺസിബിൾ ആവുന്നത് കേർണലാണ്. നെക്സ്റ്റ്, ഇറ്റ് ഡിസൈഡ്സ് which process should be allocated to processor to execute and which process should be kept in main memory to execute. എന്ത് ചെയ്യുന്നു? കേർണലാണ് ഡിസൈഡ് ചെയ്യുന്നത് ഏത് പ്രോസസ്സാണ് പ്രോസസ്സിനെ അലോക്കേറ്റ് ചെയ്യുക, എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടി പ്രോസസ്സിനെ അലോക്കേറ്റ് ചെയ്യേണ്ടത്, ഏതാണ് മെയിൻ മെമ്മറിയിൽ റിമെയിൻ ചെയ്യേണ്ടത് എന്നെല്ലാം ഡിസൈഡ് ചെയ്യുന്നത് ഈ കേർണലാണ്. Then several fundamental data structures used extensively in operating system. ഓപ്പറേറ്റിംഗ് സിസ്റ്റം തന്നെ പല രീതിയിലുള്ള ഡേറ്റാ സ്ട്രക്ചേഴ്സ് യൂസ് ചെയ്യുന്നുണ്ട്. നമ്മൾ S3-ലെ ഡേറ്റാ സ്ട്രക്ചറിൽ പഠിക്കുന്ന പല ഡേറ്റാ സ്ട്രക്ചേഴ്സ് നമ്മളിവിടെ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൽ യൂസ് ചെയ്യുന്നുണ്ട്. അതിലും ആദ്യം വരുന്നതാണ് അറേ. നമ്മൾ S3-ൽ പഠിച്ച കാര്യമാണ്. എന്താണ് അറേ? അറേ ഈസ് എ സിമ്പിൾ ഡേറ്റാ സ്ട്രക്ചർ ഇൻ വിച്ച് ഈച്ച് എലമെന്റ് ക്യാൻ ബി ആക്സസ്ഡ് ഡയറക്ട്ലി. നമുക്ക് എന്ത് ചെയ്യാം? അറേ എന്ന് പറയുന്നത് എന്താണ്? ഒരു സെറ്റ് ഓഫ് എലമെന്റ്സ് അല്ലെങ്കിൽ എന്താണ്? ഒരു ഡേറ്റ, സിമ്പിൾ ഡേറ്റാ സ്ട്രക്ചർ ആണ്. അവിടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഓരോ ഡേറ്റയും നമുക്ക് ഡയറക്ട്ലി ആക്സസ് ചെയ്യാൻ വേണ്ടി പറ്റും. Next, a list. List represent a collection of data value as a sequence. ഒരു സീക്വൻസ് രീതിയിൽ നമ്മൾ ഡേറ്റയുടെ കളക്ഷനാണ് ലിസ്റ്റ് എന്ന് പറയുന്നത്. Next, the most common method for implementing this structure is a linked list.
in which items are linked to one another. Linked list നമ്മൾ എസ്റ്റിൽ പഠിച്ച കാര്യമാണ്. In which എന്താ അവിടുത്തെ ഓരോ ഡേറ്റാസും ഒരു കണ്ടിന്യൂസ്ലി ലിങ്ക്ഡ് ആയിരിക്കും. ഒന്നായിട്ട് എന്ത് ചെയ്യും, ഈച്ച് അതർ ലിങ്ക്ഡ് ആയിരിക്കും. ഇതിനാണ് ലിങ്ക് ലിസ്റ്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ലിങ്ക് ലിസ്റ്റ് നമ്മൾ പറയുമ്പോൾ സെവറൽ ടൈപ്പ് ഓഫ് ലിങ്ക് ലിസ്റ്റ് ഉണ്ട്. സിംഗിളി ലിങ്ക് ലിസ്റ്റ് ഉണ്ട്, ഡബിളി ലിങ്ക് ലിസ്റ്റ് ഉണ്ട്, ആൻഡ് സർക്കുലർ ലിങ്ക് ലിസ്റ്റ് ഉണ്ട്. നെക്സ്റ്റ് സ്റ്റാക്ക്. Stack is a sequentially ordered data structure that uses the last in first out LIFO principle. Last in first out principle use ചെയ്യുന്ന ഒരു ഡേറ്റ സ്ട്രക്ചർ ആണ് ഫോർ ആഡിങ് ആൻഡ് റിമൂവിങ് ഐറ്റംസ്. മീനിങ് ലാസ്റ്റ് ആഡ് ചെയ്ത എലമെന്റ് ആയിരിക്കും നമ്മൾ ഫസ്റ്റ് റിമൂവ് ചെയ്യുന്നത്. അതായിരിക്കും സ്റ്റാക്കിന്റെ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. ഓക്കെ, ദ മീനിങ് ദാറ്റ് the last item placed onto a stack is the first item to be removed. ലാസ്റ്റ് ആഡ് ചെയ്ത എലമെന്റ് ആയിരിക്കും നമ്മൾ ഫസ്റ്റ് റിമൂവ് ചെയ്യുന്നത്. ഈ പ്രിൻസിപ്പിളാണ് സ്റ്റാക്ക് എന്ന് പറയുന്ന ഡേറ്റ സ്ട്രക്ചർ യൂസ് ചെയ്യുന്നത്. അടുത്ത the operations for inserting and removing items from a stack are known as push and pop respectively. നമ്മൾ രണ്ട് ഓപ്പറേഷൻസ് ആണ് സ്റ്റാക്കിൽ പഠിച്ചിട്ടുള്ളത്. ഒന്ന് പുഷും ഒന്ന് പോപ്പും. പുഷ് എന്ന് പറയുന്നത് ഐറ്റംസിനെ ആഡ് ചെയ്യാനും, പോപ്പ് എന്ന് പറയുന്നത് സ്റ്റാക്കിൽ നിന്നും ഒരു എലമെന്റിനെ റിമൂവ് ചെയ്യാനും ആയിരിക്കും യൂസ് ചെയ്യുന്നത്. അപ്പോൾ രണ്ട് ഓപ്പറേഷൻസ് ആണ് സ്റ്റാക്കിലുള്ളത്. നെക്സ്റ്റ് a queue. Queue is a sequentially ordered data structure that uses the first in first out principle. നേരത്തെ സ്റ്റാക്ക് പറഞ്ഞതുപോലെ തന്നെ ഒരു ഓർഡർഡ് ഡേറ്റ സ്ട്രക്ചർ ആണ് ക്യൂവും. ക്യൂവിൽ യൂസ് ചെയ്യുന്ന പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് ആണ്. ആദ്യം ആഡ് ചെയ്ത എലമെന്റ് ആയിരിക്കും ആദ്യം തന്നെ റിമൂവ് ചെയ്യുന്നത്. ഓക്കെ, ഐറ്റംസ് ആർ റിമൂവ്ഡ് ഫ്രം എ ക്യൂ ഇൻ ഓർഡർ വിച്ച് ദേ ആർ ഇൻസർട്ടഡ്. ഇൻസർട്ട് ചെയ്ത ഓർഡറിലായിരിക്കും അതിനെ നമ്മൾ റിമൂവ് ചെയ്യുന്നത്. ഫിഫോ. ക്യൂ എന്ന് പറയുന്നത് ഫിഫോ പ്രിൻസിപ്പിളും സ്റ്റാക്ക് എന്ന് പറയുന്നത് ലിഫോ പ്രിൻസിപ്പിളും ആണ്. നെക്സ്റ്റ് ട്രീ ഡേറ്റ സ്ട്രക്ചർ എന്ന് പറയുന്നത് എന്തായിരിക്കും? ട്രീ ഡേറ്റ സ്ട്രക്ചർ ക്യാൻ ബി യൂസ് ടു റെപ്രസെന്റ് ഡേറ്റ ഹൈറാർക്കി. ഡേറ്റേനെ ഹൈറാർക്കി ഫോമിൽ റെപ്രസെന്റ് ചെയ്യാനാണ് നമ്മൾ ട്രീ യൂസ് ചെയ്യുന്നത്. In data values in a tree structure are linked through parent-child relationship. In a general tree, a parent may have unlimited number of children. എന്തായിരിക്കും ട്രീ എന്ന് പറയുമ്പോൾ ഹൈറാർക്കി ഫോമാറ്റിലാണെന്ന് പറഞ്ഞു. അവിടെ എന്താ ഡേറ്റാസ് തമ്മിൽ ലിങ്ക്ഡ് ആയിരിക്കും. എന്താ പാരന്റ് ചൈൽഡ് റിലേഷൻഷിപ്പ് രീതി. ഹൈറാർക്കി എന്ന് പറയുമ്പോൾ തന്നെ പാരന്റ് ചൈൽഡ് റിലേഷൻഷിപ്പ് ആണ്. അപ്പോൾ ഓരോ ഡേറ്റ വാല്യൂസും പാരന്റ് ചൈൽഡ് റിലേഷൻഷിപ്പിലായിരിക്കും. ജനറലി ട്രീ എന്ന് പറയുമ്പോൾ ഒരു പാരന്റ് മൾട്ടിപ്പിൾ ചിൽഡ്രൻ ഉണ്ടാവും. ഓക്കെ, നെക്സ്റ്റ് ബൈനറി ട്രീ. ബൈനറി ട്രീ എന്ന് പറയുമ്പോൾ parent may have at most 2 children which we term the left child and right child. എന്താ ബൈനറി ചൈൽഡ് എന്ന് പറയുമ്പോൾ എന്താ, ബൈനറി ട്രീ എന്ന് പറയുമ്പോൾ എന്താ, ഇൻ വിച്ച് പാരന്റ് എന്താ അറ്റ്മോസ്റ്റ് 2 ചിൽഡ്രൻ മാത്രമേ ഉണ്ടാവാൻ പാടുള്ളൂ. ജനറലി അതിന് ലെഫ്റ്റ് ചൈൽഡ് എന്നും റൈറ്റ് ചൈൽഡ് എന്നും പറയുന്നുണ്ട്. ഇനി എന്താ ബൈനറി സർച്ച് നമ്മൾ സ്ത്രീയിൽ പഠിച്ച കാര്യങ്ങൾ, അത് ഞാൻ ജസ്റ്റ് റിവൈസ് ചെയ്ത് തരുന്നേ ഉള്ളൂ. അപ്പൊ എന്താ ബൈനറി സർച്ച് എന്ന് പറയുമ്പോൾ എന്താ, റിക്വയർസ് an ordering between the parents children. രണ്ട് ചൈൽഡ് തമ്മിൽ ഒരു ഓർഡറിംഗ് ആണ്. ഇൻ വിച്ച് എന്താ ലെഫ്റ്റ് ചൈൽഡ് ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു റൈറ്റ് ചൈൽഡ് ആയിരിക്കും. റൈറ്റ് ചൈൽഡിനെ കാട്ടിയും ചെറുതായിരിക്കും ലെഫ്റ്റ് ചൈൽഡ് എന്ന് പറയുന്നത് ബൈനറി സർച്ച് ട്രീയിൽ. നെക്സ്റ്റ് ഹാഷ് ഫംഗ്ഷൻ. ഹാഷ് ഫംഗ്ഷൻ ടേക്സ് ഡേറ്റ ആസ് ഇൻപുട്ട്, perform numeric operations on this data and returns a numeric value. ഹാഷ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ, ഡേറ്റനെ ഇൻപുട്ടിനെ എടുക്കുന്നു, അതിനെ നമ്മൾ ന്യൂമറിക് ഓപ്പറേഷൻസ് പെർഫോം ചെയ്തു ന്യൂമറിക് വാല്യൂ ആയിട്ട് ഔട്ട്പുട്ടിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നു. ഇതാണ് ഈ ഫംഗ്ഷനാണ് നമ്മൾ ഹാഷ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. അടുത്തൊരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ് ഡുവൽ മോഡ് ഓപ്പറേഷൻ. എക്സ്പ്ലെയിൻ ഡുവൽ മോഡ് ഓപ്പറേഷൻസ് എന്ന് ചോദിക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം പറയാം. To ensure proper operation, we must protect the operating system and all other programs and their data from any malfunctioning program. Protection is needed for any shared resources. എന്താ ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറയുന്നത് ബേസിക്കലി പ്രോഗ്രാം ആണെന്ന് ആദ്യമേ ഞാൻ പറഞ്ഞ കാര്യമാണ്. അപ്പൊ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഉള്ളതിൽ തന്നെ ഉള്ള പ്രോഗ്രാംസും ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന പ്രോഗ്രാമും അതിലുള്ള പ്രോഗ്രാംസും അതിന്റെ ഡേറ്റേഴ്സിനെ ഒക്കെ മാൽഫങ്ഷനിൽ നിന്ന് നമ്മൾ പ്രൊട്ടക്ട് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന രണ്ട് ഓപ്പറേഷൻസ് ആണ് അതിന് വേണ്ടി യൂസ് ചെയ്യുന്ന ഓപ്പറേഷൻസ് ആണ് ഡുവൽ മോഡ് ഓപ്പറേഷൻ. ഈ ഡുവൽ മോഡ് ഓപ്പറേഷൻസിന് രണ്ട് സെപ്പറേറ്റ് മോഡുണ്ട്. ഏതൊക്കെയാണെന്ന് വെച്ചാൽ യൂസർ മോഡും മോണിറ്റർ മോഡും. യൂസർ മോഡിനെ നമ്മൾ കേർണൽ മോഡെന്നും സൂപ്പർവൈസർ മോഡെന്നും സിസ്റ്റം മോഡ്, പ്രിവിലേജ്ഡ് മോഡ്, ഇങ്ങനെ മോണിറ്റർ മോഡിന് പല പേരുകളാണുള്ളത്. നെക്സ്റ്റ് ബിറ്റ് കോൾഡ് ദ മോഡ് ബിറ്റ്. ഈ ബിറ്റ് എന്ന് പറയുന്നത് ബോൺ ബിറ്റ് ആണ്. ഇത് നമ്മൾ എന്ത് ചെയ്യുന്നു, ഹാർഡ്വെയറിൽ ആഡ് ചെയ്യുന്നു, കമ്പ്യൂട്ടർ ഹാർഡ്വെയറിൽ ആഡ് ചെയ്യുന്നു. വിച്ച് ഇൻഡിക്കേറ്റ് ഈ മോണിറ്റർ എന്താണ്, വിച്ച് ഇൻഡിക്കേറ്റ് ദ കറന്റ് മോഡ്. അതെന്ത് ചെയ്യുന്നു, നമ്മുടെ കറന്റ് മോഡ് റെപ്രസെന്റ് ചെയ്യുന്നു. ഓക്കെ, ബിറ്റ് ഉണ്ട്. ബിറ്റ് എന്ന് പറയുന്നത് കമ്പ്യൂട്ടറിന്റെ ഹാർഡ്വെയറിൽ ആഡ് ചെയ്യുന്നു, ഓരോ ബിറ്റായിട്ട് ആഡ് ചെയ്യുന്നു. ഇതാണ് അതെ, വെറും 489 രൂപ. എന്ത്
അതെ, വെറും 489 രൂപയ്ക്കാണ് കേരളത്തിൽ എവിടെയും കൊടുക്കാത്ത പ്രൈസിൽ ബിടെക്കിന്റെ S2, S4, XS എല്ലാ സെമസ്റ്ററിന്റെ ക്ലാസുകൾ ബിടെക് ട്യൂട്ടർ നിങ്ങൾക്കായി തരാൻ പോകുന്നത്. ഈ ക്ലാസിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാ നിങ്ങൾക്ക് അറിയണ്ടേ? ഏറ്റവും മികച്ച ഫാക്കൽറ്റീസ് ഒരുക്കുന്ന ക്ലാസുകൾ, ഏറ്റവും കുറഞ്ഞ ടൈമിൽ ഏറ്റവും ഔട്ട്പുട്ട് കിട്ടുന്ന ക്ലാസ്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും അതിന്റെ സൊല്യൂഷൻസും, PDF നോട്ട്സ്, ഡൗട്ട് ക്ലിയറൻസ് എഞ്ചിൻ, അങ്ങനെ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് കിട്ടുന്നതാണ്. താല്പര്യമുള്ളവർ എത്രയും പെട്ടെന്ന് ബാച്ചിൽ ജോയിൻ ചെയ്യുക. പിന്നെ ഒരു ചെറിയ സർപ്രൈസുകളുണ്ട്. എന്താ സർപ്രൈസ് എന്നറിയണ്ടേ? നിങ്ങൾക്ക് ലാബിന്റെ ക്ലാസുകളും കൂടാതെ ഇൻഡസ്ട്രി, ഇലക്ട്രിക് സബ്ജക്ട് അങ്ങനെ സെമസ്റ്ററിന്റെ മുഴുവൻ ക്ലാസുകളും വെറും 750 രൂപയ്ക്ക്. 750 രൂപയ്ക്ക് കേരളത്തിൽ എവിടെയും നിങ്ങൾക്ക് ഈ പറയുന്ന തിയറിയോ ലാബിന്റെയോ ക്ലാസ് കിട്ടുകയില്ല, അതെനിക്ക് ഉറപ്പാണ്. പുറത്ത് ഒരു സബ്ജക്റ്റിന് 1000-2000 വാങ്ങിക്കുന്ന സമയത്താണ് നമ്മൾ ഒരു സെമസ്റ്റർ മുഴുവൻ വെറും 750 രൂപയ്ക്ക് നിങ്ങൾക്ക് തരുന്നത്. അപ്പൊ നിങ്ങൾ ഇപ്പൊ തന്നെ ജോയിൻ ചെയ്യില്ലേ? ബിടെക് ട്യൂട്ടർ ഫോർ ബിടെക് സ്റ്റഡീസ്. ഇനി സിസ്റ്റം ബൂട്ട് ടൈം, സിസ്റ്റത്തിന്റെ ബൂട്ട് ടൈമിൽ ഹാർഡ്വെയർ എന്തിലായിരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നത്? മോണിറ്റർ മോഡിലായിരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നത്. Then the operating system then loaded and start user process in user mode. എന്ത് ചെയ്യുന്നു? ഫസ്റ്റ് സിസ്റ്റം ബൂട്ട് ടൈമിൽ ഹാർഡ്വെയർ മോണിറ്റർ മോഡിലായിരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നത്. ദെൻ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ലോഡ് ആയതിനു ശേഷം യൂസർ പ്രോസസ് ചെയ്യാൻ വേണ്ടി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മൾ എന്തിലോട്ട് മാറുന്നു? യൂസർ മോഡിലോട്ട് മാറുന്നു. യൂസർ യൂസ് ചെയ്യുമ്പോൾ യൂസർ മോഡിലോട്ടും അല്ലാതെ ഹാർഡ്വെയർ യൂസ് ചെയ്യുമ്പോൾ മോണിറ്റർ മോഡും ആണ്. നെക്സ്റ്റ്, whenever a trap or interrupt ഒക്കെ എന്തെങ്കിലും ഒരു ട്രാപ്പോ എററോ സംഭവിച്ചാൽ ഹാർഡ്വെയർ എന്തിലോട്ട് സ്വിച്ച് ചെയ്യും? ഹാർഡ്വെയർ സ്വിച്ചസ് ഫ്രം യൂസർ മോഡ് ടു മോണിറ്റർ മോഡ്. യൂസർ മോഡിൽ നിന്നും ഇനി ഹാർഡ്വെയർ മോഡിലെ മോണിറ്റർ മോഡിലോട്ട് ഹാർഡ്വെയർ സ്വിച്ച് ചെയ്യും. Next, thus whenever the operating system gain control of the computer, it is in മോണിറ്റർ മോഡ്. എപ്പോഴാണ് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന് ഈ ഒരു പ്രോസസ്സിനെ കമ്പ്യൂട്ടറിന്റെ കൺട്രോൾ കിട്ടുന്നത്? അത് ഏത് മോഡിലായിരിക്കും? അപ്പോൾ മോണിറ്റർ മോഡിലായിരിക്കും. The system always switches to user mode before passing control to the user program. യൂസറിന് കൺട്രോൾ കൊടുക്കുന്നതിന് മുന്നേ തന്നെ യൂസർ മോഡിലോട്ട് ഇത് എന്ത് ചെയ്യുന്നു? സ്വിച്ച് ചെയ്യുന്നു. The dual mode operation provides us with the means of protecting the operating system from errant users. Errant usersൽ നിന്നും ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഡുവൽ മോഡ് ഓപ്പറേഷൻസ് യൂസ് ചെയ്യുന്നത്. അപ്പൊ എന്താ ഇവിടുത്തെ പെർഫോമൻസ് എങ്ങനെയാണ്? ബൂട്ട് ടൈം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഹാർഡ്വെയർ മോണിറ്റർ മോഡിലായിരിക്കും. അത് കഴിഞ്ഞിട്ട് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ലോഡ് ആയി കഴിഞ്ഞതിന് ശേഷം യൂസർ പ്രോസസ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ യൂസർ മോഡിലോട്ട് മാറും. വെനെവർ ഒരു ട്രാപ്പോ ഇന്ററപ്റ്റോ ഉണ്ടാവുകയാണെങ്കിൽ ഹാർഡ്വെയർ എന്തിലോട്ട് സ്വിച്ച് ചെയ്യും? യൂസർ മോഡിൽ നിന്നും തിരിച്ച് മോണിറ്റർ മോഡിലോട്ട് സ്വിച്ച് ചെയ്യുന്നു. എന്ന് വെച്ചാൽ വെനെവർ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന് കൺട്രോൾ കിട്ടുവാണ്, ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന് കമ്പ്യൂട്ടറിന്റെ കൺട്രോൾ കിട്ടുവാണെങ്കിൽ അത് എന്ത് മോഡിലായിരിക്കും? മോണിറ്റർ മോഡിലായിരിക്കും. സിസ്റ്റം ഓൾവേസ് സ്വിച്ചസ് ടു യൂസർ മോഡ്. യൂസറിന് പ്രോഗ്രാം കിട്ടുന്നതിന് മുന്നേ തന്നെ യൂസർ മോഡിലോട്ട് സ്വിച്ച് ചെയ്യുന്നു. ഇനി എന്താ? ഇറാൻ യൂസേഴ്സിൽ നിന്നും നമ്മുടെ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഡുവൽ മോഡ് ഓപ്പറേഷൻസ് യൂസ് ചെയ്യുന്നത്. അടുത്ത ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന്റെ സ്ട്രക്ചേഴ്സ് ആണ്. ഫസ്റ്റ് നമ്മൾ പല രീതിയിലുള്ള സ്ട്രക്ചേഴ്സ് ഉണ്ട്. ഇവിടെ നമ്മൾ 4 സ്ട്രക്ചേഴ്സ് ആണ് നോക്കുന്നത്. ഫസ്റ്റ് സിമ്പിൾ സ്ട്രക്ചർ ആണ്. സിമ്പിൾ സ്ട്രക്ചർ എന്ന് പറയുമ്പോൾ സിമ്പിൾ ഫോർമാറ്റിലായിരിക്കും. അതേപോലെ ഇവിടെ മോഡുലാർ അപ്രോച്ച് ഉണ്ടാകത്തില്ല. അതേപോലെ തന്നെ ഓരോ കമ്പോണന്റിനും സ്പെസിഫിക് ആയിട്ടുള്ള ഫങ്ഷൻസും ഉണ്ടാകത്തില്ല. ഈ MS-DOS എന്ന് പറയുന്നത് ഒരു എക്സാമ്പിൾ ആണ്. ഈ സിസ്റ്റത്തിന്റെ ഒരു എക്സാമ്പിൾ ആണ് MS-DOS. ദെൻ എന്തൊക്കെയാ സിമ്പിൾ സ്ട്രക്ചേഴ്സിന്റെ പോയിന്റ്സ് എന്തൊക്കെയാ? മോഡുലാർ ഫങ്ഷൻസ് ഉണ്ടാവില്ല, മോഡുലാർ അപ്രോച്ച് യൂസ് ചെയ്യുന്നില്ല. അതേപോലെ തന്നെ ഓരോ കമ്പോണന്റിനും സ്പെസിഫിക് ആയിട്ടുള്ള ഫങ്ഷൻസ് ഇല്ല. MS-DOS ആണ് ഒരു എക്സാമ്പിൾ. ഇനി ഇതിന്റെ ഡിസഡ്വാൻറ്റേജസ് എന്തൊക്കെയാന്ന് നോക്കിയാൽ there is no hardware protection and IO protection. ഹാർഡ്വെയർ പ്രൊട്ടക്ഷനോ IO പ്രൊട്ടക്ഷനോ ഇവിടെ ഉണ്ടാകുന്നില്ല. അതേപോലെ സിസ്റ്റം കോൾ എന്ന് പറയുന്ന കൺസെപ്റ്റ് ഇവിടെ യൂസ് ചെയ്യുന്നില്ല. ദെൻ direct interaction causes error or malfunctions. ഡയറക്റ്റ് ആയിട്ടുള്ള ഇന്ററാക്ഷൻസ് എന്തിന് കോസ് ചെയ്യും? മാൽഫങ്ഷൻസിനോ ഇറർ ഉണ്ടാവുന്നതിനോ കാരണമാകുന്നു. ഇതാണ് സിമ്പിൾ സ്ട്രക്ചർ ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറയുന്നത്. നെക്സ്റ്റ്, ലെയേർഡ് അപ്രോച്ച്. അടുത്ത് വരുന്നത് ലെയേർഡ് അപ്രോച്ച് ആണ്. ലെയേർഡ് അപ്രോച്ച് എന്ന് പറയുമ്പോൾ നമുക്ക് പേരിൽ നിന്ന് തന്നെ അറിയാൻ പറ്റും, ലെയേർഡ് ആയിട്ടുള്ള അപ്രോച്ച് ആണ്. ലെയേർഡ് അപ്രോച്ച് ഇൻട്രൊഡ്യൂസസ് ദി മോഡുലറൈസേഷൻ ഓഫ് സിസ്റ്റം. സിസ്റ്റത്തിന്റെ മോഡുലറൈസേഷൻ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് തന്നെ ലെയേർഡ് അപ്രോച്ച് ആണ്. ഹിയർ ദി ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഈസ് ബ്രോക്കൺ ഇൻ ടു എ നമ്പർ ഓഫ് ലെയേഴ്സ്. ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തെ നമ്മൾ
എന്ത് ചെയ്യുന്നു, നമ്പർ ഓഫ് ലെയേഴ്സ് ആയിട്ട് ബ്രേക്ക് ആക്കി ലെവൽസ് അല്ലെങ്കിൽ ലെയേഴ്സ് ആയിട്ട് ബ്രേക്ക് ആക്കുന്നു. ദെൻ ദ ബോട്ടം ലെയർ ഈസ് ദ ഹാർഡ്വെയർ ആൻഡ് ദ ഹയസ്റ്റ് ലെയർ ഈസ് ദ യൂസർ ലെയർ. ഈ ഓരോ ബ്രോക്കൺ ആയിട്ടുള്ള ലെയറിൽ ഹയസ്റ്റ് ലെയർ എന്ന് പറയുന്നത് എന്താ യൂസർ ഇന്റർഫേസും, ലോവസ്റ്റ് ലെയർ അല്ലെങ്കിൽ ബോട്ടം ലെയറിൽ വരുന്നത് ഹാർഡ്വെയർ ലെയറും ആണ്. ഈ ഹാർഡ്വെയർ ലെയർ എന്ന് പറഞ്ഞാൽ ലെയർ 0യും എൻ ലെയർ എന്ന് പറയുന്നത് ഹയസ്റ്റ് ലെയർ എന്ന് പറയുന്നത് യൂസർ ഇന്റർഫേസും ആണ്. ഇവിടെ എന്ന് പറയുമ്പോൾ ഈച്ച് ലെയർ ഹാസ് എ സ്പെസിഫിക് ഫംഗ്ഷൻ. ഓരോ ലെയറിനും സ്പെസിഫിക് ആയിട്ട് ഒരു ഫംഗ്ഷൻ ഉണ്ടായിരിക്കും. അതേപോലെ തന്നെ ഈച്ച് ലെയർ ഹാസ് ഇറ്റ്സ് ഓൺ ഡേറ്റ സ്ട്രക്ചർ ആൻഡ് ഓപ്പറേഷൻ. ഓരോ ലെയറിനും അതിൻ്റെതായിട്ടുള്ള ഡേറ്റ സ്ട്രക്ചറും ഓപ്പറേഷൻസും ഒക്കെ ഉണ്ട്. ദെൻ ഹയസ്റ്റ് ലെവലിന് ഹൈ ഫംഗ്ഷനാലിറ്റി ആയിരിക്കും ഉണ്ടാകുന്നത്. ഓക്കെ, ലെയർഡ് അപ്രോച്ച് എന്ന് പറയുമ്പോൾ എന്താണ്, മോഡുലറൈസേഷൻ ഇൻട്രൊഡ്യൂസ് ചെയ്ത ലെയർ ആണ്. അതേപോലെ തന്നെ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിനെ ബ്രോക്കൺ ആയിട്ട് ഒരു ഡിഫറെന്റ് ലെയേഴ്സ് ആയിട്ട് അല്ലെങ്കിൽ ലെവൽസ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടാണ് ഇവിടെ പെർഫോം ചെയ്യുന്നത്. അതേപോലെ ബോട്ടം ലെയർ എന്ന് പറയുന്നത് ഹാർഡ്വെയറും ഹയസ്റ്റ് ലെയർ എന്ന് പറയുന്നത് യൂസർ ഇന്റർഫേസും ആണ്. ദെൻ ഈ ഓരോ ലെയറിനും അതിൻ്റെതായിട്ടുള്ള സ്പെസിഫിക് ഫങ്ഷൻസ് ഉണ്ട്. അതേപോലെ തന്നെ അതിൻ്റെതായ ഡേറ്റ സ്ട്രക്ചറും ഓപ്പറേഷൻസും ഉണ്ട്. ഇതിൽ ഹയസ്റ്റ് ലെവൽ എന്ന് പറയുന്നതിന് ഹൈ ഫങ്ഷനാലിറ്റി ആയിരിക്കും ഉണ്ടാകുന്നത്. നെക്സ്റ്റ് ഇത് ലെയർഡ് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന്റെ സ്ട്രക്ചർ ആണ്. ഓരോ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന് നമ്മൾ ലെയർ ആയിട്ട് പെർഫോം ചെയ്യുന്നു. ലെയർ 0, ലെയർ 1 അങ്ങനെ ലെയർ n വരെ ഉണ്ട്. ലെയർ n എന്ന് പറയുന്നത് യൂസർ ഇന്റർഫേസ് ആണ്. ലെയർ 0 എന്ന് പറയുന്നത് ഹാർഡ്വെയറും ആണ്. നെക്സ്റ്റ് ഡിസഡ്വാൻറ്റേജസ് ആണ് ലെയർഡ് അപ്രോച്ചിന്റെ. It is a difficult task to define the functions of each layer. എന്താ, ഓരോ ലെയറിന്റെയും പല ലെയർ ആണെന്ന് പറഞ്ഞതുകൊണ്ട് തന്നെ ഓരോ ലെയറിന്റെയും ഫങ്ഷൻസിനെ ഡിഫൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഡിഫിക്കൽട്ട് ആണ്. ലെയർ 1 ക്യാൻ ആക്സസ് ഓൺലി ദ ലോവസ്റ്റ് ലെയർ. ലെയർ 1ന് ലെയർ 0 അതിന്റെ ലോവസ്റ്റ് ആയിട്ടുള്ള ലെയറിനെ മാത്രമേ ആക്സസ് ചെയ്യാൻ കഴിയുന്നുള്ളൂ. ഓക്കെ, നെക്സ്റ്റ് എന്ന് പറയുന്നത് ലെസ് എഫിഷ്യന്റ് ആണ്. ബിക്കോസ് വെൻ യൂസർ ഗിവ് എ റിക്വസ്റ്റ് ദാറ്റ് പ്രോസസ് ഈസ് പാസ് ത്രൂ ഈച്ച് ലെയർ, സോ മോർ ടൈം ഈസ് ടേക്കൺ. എന്താണ്, ലെസ് എഫിഷ്യന്റ് ആണ്. കാരണം ഒരു യൂസർ ഒരു റിക്വസ്റ്റ് കൊടുക്കുകയാണെങ്കിൽ ഈ റിക്വസ്റ്റ് ഓരോ ലെയറും പാസ് ചെയ്ത് പോയാൽ മാത്രമേ നിങ്ങൾക്ക് റിസൾട്ട് കിട്ടത്തുള്ളൂ. അതുകൊണ്ട് തന്നെ ഒരുപാട് ടൈം അത് കൺസ്യൂം ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പൊ എന്താണ് ലെയർഡ് അപ്രോച്ചിന്റെ ഡിസഡ്വാൻറ്റേജസ് എന്ന് പറയുമ്പോൾ ഫസ്റ്റ് എന്താ, ഓരോ ലെയറിനും ഓരോ ഫംഗ്ഷൻസ് ആണ്. നമ്മൾ അതിന്റെ പ്രോപ്പർട്ടീസിൽ പറഞ്ഞ കാര്യം. അപ്പൊ ഓരോ ലെയറിന്റെയും ഫംഗ്ഷൻസിനെ ഡിഫൈൻ ചെയ്യാൻ പാടാണ്. ഈ ലെയർ 1ന് ലെയർ 0നെ മാത്രമേ അതിന് ലോവസ്റ്റ് ലെയറിനെ മാത്രമേ ആക്സസ് ചെയ്യാൻ വേണ്ടി പറ്റൂ. അതേപോലെ തന്നെ ഇത് ലെസ് എഫിഷ്യന്റ് ആണ്. കാരണം ഒരു റിക്വസ്റ്റ് കൊടുത്താൽ ആ റിക്വസ്റ്റ് അല്ലെങ്കിൽ അത് പ്രോസസ് ഓരോ ലെയറും അതിന് പ്രോസസ് ചെയ്യേണ്ടി വരും. അപ്പൊ ഒരുപാട് ടൈം ഇത് കൺസ്യൂം ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് മൈക്രോ കേർണൽ. മൈക്രോ എന്നുള്ള വേർഡ് തന്നെയാണ് സ്മോളർ എന്നാണ് അർത്ഥം. Okay, microkernel, in this method, the structure of OS is changed by removing all non-essential components from the kernel and implementing them as a system and user level program. ഇവിടെ എന്താ ചെയ്യാന്ന് വെച്ചാൽ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൽ തന്നെ നോൺ എസെൻഷ്യൽ ആയിട്ടുള്ള കമ്പോണൻസ് റിമൂവ് ചെയ്യുന്നു. അതിനെ യൂസർ ലെവൽ പ്രോഗ്രാംസ് ആയിട്ട് ട്രീറ്റ് ചെയ്യുന്നു. ഇതാണ് ഈ മൈക്രോ കേർണൽ അപ്രോച്ച് എന്ന് പറയുന്നത്. ആവശ്യമില്ലാത്ത കമ്പോണൻസിനെ എന്ത് ചെയ്യുന്നു, ആ ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന് അധികം ആവശ്യമില്ലാത്ത കമ്പോണൻസിനെ നമ്മൾ റിമൂവ് ചെയ്തിട്ട് അതിനെ യൂസർ ലെവൽ പ്രോഗ്രാംസ് ആയിട്ട് ഇംപ്ലിമെന്റ് ചെയ്യുന്നു. ഇവിടെ എന്താ അതെന്തുണ്ടാക്കും, ഒരു സ്മോളർ കേർണലിന് റിസൾട്ട് ഉണ്ടാക്കും. ദെൻ ഇതിന്റെ അഡ്വാൻറ്റേജ് നോക്കുകയാണെങ്കിൽ ഈസ് ഓഫ് എക്സ്റ്റെൻഡിങ് ദ ഓപ്പറേറ്റിംഗ് സിസ്റ്റം വിതൗട്ട് മോഡിഫൈങ് ദ കേർണൽ. ദെൻ OS ഈ OS പോർട്ടബിൾ ആയിരിക്കും. ദെൻ പ്രൊവൈഡ് മോർ സെക്യൂരിറ്റി ആൻഡ് റിലയബിലിറ്റി. സെക്യൂരിറ്റിയും റിലയബിലിറ്റിയും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പോർട്ടബിളും ആയിരിക്കും. അതെ, വെറും 489 രൂപ. എന്ത്? അതെ, വെറും 489 രൂപയ്ക്കാണ് കേരളത്തിൽ എവിടെയും കൊടുക്കാത്ത പ്രൈസിൽ ബിടെക്കിന്റെ S2, S4, XS എല്ലാ സെമസ്റ്ററിന്റെ ക്ലാസുകൾ ബിടെക് ട്യൂട്ടർ നിങ്ങൾക്കായി തരാൻ പോകുന്നത്. ഈ ക്ലാസിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാ നിങ്ങൾക്ക് അറിയണ്ടേ? ഏറ്റവും മികച്ച ഫാക്കൽറ്റീസ് ഒരുക്കുന്ന ക്ലാസുകൾ, ഏറ്റവും കുറഞ്ഞ ടൈമിൽ ഏറ്റവും ഔട്ട്പുട്ട് കിട്ടുന്ന ക്ലാസ്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും അതിന്റെ സൊല്യൂഷൻസും, PDF നോട്ട്സ്, ഡൗട്ട് ക്ലിയറൻസ് എഞ്ചിൻ, അങ്ങനെ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് കിട്ടുന്നതാണ്. താല്പര്യമുള്ളവർ എത്രയും പെട്ടെന്ന് ബാച്ചിൽ ജോയിൻ ചെയ്യുക. പിന്നെ ഒരു ചെറിയ സർപ്രൈസുകളുണ്ട്. എന്താ സർപ്രൈസ് എന്നറിയണ്ടേ? നിങ്ങൾക്ക് ലാബിന്റെ ക്ലാസുകളും കൂടാതെ ഇൻഡസ്ട്രി, ഇലക്ട്രിക് സബ്ജക്ട് അങ്ങനെ സെമസ്റ്ററിന്റെ മുഴുവൻ ക്ലാസുകളും വെറും 750 രൂപയ്ക്ക്. 750 രൂപയ്ക്ക് കേരളത്തിൽ എവിടെയും നിങ്ങൾക്ക് ഈ പറയുന്ന തിയറിയോ ലാബിന്റെയോ ക്ലാസ് കിട്ടുകയില്ല, അതെനിക്ക് ഉറപ്പാണ്. പുറത്ത് ഒരു സബ്ജക്റ്റിന് 1000, 2000 വാങ്ങിക്കുന്ന സമയത്താണ് നമ്മൾ ഒരു സെമസ്റ്റർ മുഴുവൻ വെറും 750 രൂപയ്ക്ക് നിങ്ങൾക്ക് തരുന്നത്. അപ്പൊ നിങ്ങൾ ഇപ്പൊ തന്നെ ജോയിൻ ചെയ്യില്ലേ ബിടെക് ട്യൂട്ടർ ഫോർ ബിടെക് സ്റ്റഡീസ്. ഇത് എന്താണ് ടിപ്പിക്കൽ മൈക്രോ കേർണലിന്റെ ആർക്കിടെക്ചർ ആണ്.
ഇവിടെ നോക്കൂ, മൈക്രോ കേർണലിനകത്ത് അല്ലെങ്കിൽ കേർണൽ മോഡിനകത്ത് വരുന്നത് ഇന്റർ പ്രോസസ് കമ്മ്യൂണിക്കേഷൻ, മെമ്മറി മാനേജ്മെന്റ് ആൻഡ് സീറ്റ് വിഷ്വലിംഗ്. ആവശ്യം ഉള്ള കമ്പോണൻസ് മാത്രമേ വെച്ചിട്ടുള്ളൂ. അല്ലെങ്കിൽ നോൺ എസെൻഷ്യൽ ആയിട്ടുള്ള കമ്പോണൻസിന് നമ്മൾ എന്ത് ചെയ്യുന്നു, യൂസർ മോഡായിട്ട് ഇംപ്ലിമെന്റ് ചെയ്യുന്നു. അതാണ് ആപ്ലിക്കേഷൻ പ്രോഗ്രാം, ഫയൽ സിസ്റ്റം, ഡിവൈസ് ഡ്രൈവർ. ഓക്കെ, ഇതാണ് മൈക്രോ കേർണൽ അപ്രോച്ചിന്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഇതിന് ലാസ്റ്റ് വരുന്ന സ്ട്രക്ചർ ആണ് മോഡുലാർ അപ്രോച്ച് എന്ന് പറയുന്നത്. മോഡുലാർ അപ്രോച്ചിൽ എന്താ നോക്കാം. The best current methodology for operating system design involve using loadable kernel model. ബെസ്റ്റ് ആയിട്ടുള്ള കറന്റ് മെത്തഡോളജി ആണ്. ഇവിടെ എന്ത് ഇൻവോൾവ് ചെയ്യുന്നുണ്ട്, ലോഡബിൾ കേർണൽ മോഡ്യൂൾസ് ഇൻവോൾവ് ചെയ്യുന്നുണ്ട്. Here the kernel has a set of core components and links in additional services via the modules, either at boot time and during the runtime. Runtime സമയത്തും ബൂട്ട് ടൈം സമയത്തും എന്തുണ്ട്, കേർണലിന് ഒരു സെറ്റ് ഓഫ് കമ്പോണൻസും ലിങ്ക്സും അഡീഷണൽ സർവീസസും മൊഡ്യൂൾസും എല്ലാം ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട് ഇതിനകത്ത്. ഇതാകുമ്പോൾ ബോത്ത് എന്താ ബൂട്ട് ടൈമും അല്ലെങ്കിൽ ഡ്യൂറിംഗ് റൺ ടൈമിലും ഉണ്ടാകും. Then this type of design is common in modern implementation of Unix such as Solaris, Linux and Mac OS as well as Windows. ഇവിടെയൊക്കെ ഈ Mac OS, Unix, Solaris, Linux ഇവിടെയൊക്കെ എന്ത് യൂസ് ചെയ്യുന്നുണ്ട്, ഈ ഡിസൈൻ മോഡുലാർ അപ്രോച്ച് ഡിസൈൻ യൂസ് ചെയ്യുന്നുണ്ട് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൽ. നെക്സ്റ്റ് ഒബ്ജക്ട് ഓറിയന്റഡ് പ്രോഗ്രാമിംഗ് ടെക്നിക്, ഊപ്പ് എന്ന് പറയുന്നതായിരിക്കും നമ്മൾ മോഡുലാർ ഊപ്പ് ടെക്നിക് ആയിരിക്കും നമ്മൾ മോഡുലാർ കേർണൽ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ടെക്നിക് എന്ന് പറയുന്നത് ഊപ്സ് ആണ്, ഒബ്ജക്ട് ഓറിയന്റഡ് പ്രോഗ്രാമിംഗ് ടെക്നിക്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിലെ മൊഡ്യൂൾ 3 ഇമ്പോർട്ടന്റ് ടോപ്പിക്സ് ആണ്. അതിൽ ആദ്യത്തെ ടോപ്പിക് എന്ന് പറയുന്നത് ക്രിട്ടിക്കൽ സെക്ഷൻ പ്രോബ്ലം. ക്രിട്ടിക്കൽ സെക്ഷൻ പ്രോബ്ലത്തിൽ എന്താന്ന് വെച്ചാൽ ഓരോ പ്രോസസ്സിനും ഈച്ച് പ്രോസസ് ഹാസ് എ സെഗ്മെന്റ് ഓഫ് കോഡ്. ഓരോ പ്രോസസ്സിനും ഒരു സെഗ്മെന്റ് ഓഫ് കോഡ് കാണും. അതിനാണ് ക്രിട്ടിക്കൽ സെക്ഷൻ എന്ന് പറയുന്നത്. ഇൻ വിച്ച് ഈ പ്രോസസ് എന്താകാം, ഈ പ്രോസസ് എന്ന് പറയുന്നത് ഒരു കോമൺ വേരിയബിളോ അല്ലെങ്കിൽ ഒരു ടേബിൾ അപ്ഡേറ്റിങ്ങോ ഫയൽ റൈറ്റിങ്ങോ എന്ത് വേണോ ആകാം ആ പ്രോസസ് എന്ന് പറയുന്നത്. അതിലുണ്ടാവുന്ന ഒരു സെഗ്മെന്റ് ഓഫ് കോഡിനെയാണ് നമ്മൾ ക്രിട്ടിക്കൽ സെക്ഷൻ എന്ന് പറയുന്നത്. The important feature of a system is that ഈ സിസ്റ്റത്തിന്റെ ഫീച്ചർ, ഒരു ഇമ്പോർട്ടന്റ് ഫീച്ചർ എന്ന് പറയുന്നത് when one process is executing in its critical section, no other process is allowed to execute in its critical section. എന്താ, ഒരു പ്രോസസ് അതിന്റെ ക്രിട്ടിക്കൽ സെക്ഷനെ എക്സിക്യൂട്ട് ചെയ്യുകയാണെങ്കിൽ വേറെ ഒരു പ്രോസസ്സിനും ആ ക്രിട്ടിക്കൽ സെക്ഷനെ എന്ത് ചെയ്യാൻ പറ്റില്ല, എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റത്തില്ല. അതാണ് ഇന്നൊരു ഇമ്പോർട്ടന്റ് ഫീച്ചർ എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ ഒരു പ്രോസസ്സ് അതിന്റെ ക്രിട്ടിക്കൽ സെക്ഷനെ എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ വേറെ ഒരു പ്രോസസ്സിനും ആ ക്രിട്ടിക്കൽ സെക്ഷനെ എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടി പറ്റത്തില്ല. That is, no two processes are executing in their critical section at the same time. സെയിം ടൈം രണ്ട് പ്രോസസ്സിന് ഒരു ക്രിട്ടിക്കൽ സെക്ഷനെ എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടി പറ്റില്ല. ഇതാണ് ഇതിന്റെ ഒരു ഇമ്പോർട്ടന്റ് ഫീച്ചർ എന്ന് പറയുന്നത്. Each process must request permission to enter its critical section. ഓരോ പ്രോസസ്സിനും അതിന്റെ ക്രിട്ടിക്കൽ സെക്ഷനിൽ എൻ്റർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു പെർമിഷൻ റിക്വസ്റ്റ് കൊടുക്കണം. ഇനി ആ ഒരു സെക്ഷൻ ഓഫ് കോഡിനെയാണ് നമ്മൾ എൻട്രി സെക്ഷൻ എന്ന് പറയുന്നത്. ഇനി ഈ ക്രിട്ടിക്കൽ സെക്ഷനെ നമ്മൾ എക്സിറ്റ് സെക്ഷൻ ഫോളോ ചെയ്യുന്നുണ്ട്. അതേപോലെ ബാക്കി വരുന്ന റിമൈനിങ് കോഡിനെ നമ്മൾ റിമൈൻഡർ സെക്ഷൻ എന്നും പറയുന്നു. Thus, this critical section of a process should be executed concurrently with the critical section of another process. If several processes access and manipulate the same data concurrently, the outcome of the execution depends on the particular order in which the access takes place. This is called a race condition. എന്ന് വെച്ചാൽ if several processes, ഒരു കുറച്ച് പ്രോസസ്സ് ഒരു സെയിം ഡേറ്റനെ ആക്സസ് ചെയ്യാനോ മാനിപ്പുലേറ്റ് ചെയ്യാനോ കൺകറന്റ്ലി എന്ത് ചെയ്യുക, ആക്സസ് ചെയ്യുവാണ് എങ്കിൽ ഔട്ട്കം ഓഫ് എക്സിക്യൂഷൻ എന്ന് പറയുന്നത് എങ്ങനെയാണോ ഏത് ഓർഡറിലാണോ പ്രോസസ്സ് ഈ ഡേറ്റനെ ആക്സസ് ചെയ്തത് ആ ഓർഡറിലായിരിക്കും ഔട്ട്പുട്ട് എക്സിക്യൂട്ട് ചെയ്യുന്നത്. ആ ഒരു കണ്ടീഷനെയാണ് റേസ് കണ്ടീഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ്, ക്രിട്ടിക്കൽ സെക്ഷൻ പ്രോബ്ലത്തിൽ നമ്മൾ സൊല്യൂഷൻ കൊടുക്കുമ്പോൾ ആ സൊല്യൂഷൻ മസ്റ്റ് സാറ്റിസ്ഫൈ കുറച്ച് റിക്വയർമെന്റ് സാറ്റിസ്ഫൈ ചെയ്യണം. ക്രിട്ടിക്കൽ സെക്ഷന്റെ സൊല്യൂഷൻ പർട്ടിക്കുലർ കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യണം. ഇനി അതിൽ ഫസ്റ്റ് റിക്വയർമെന്റ് എന്താണെന്ന് വെച്ചാൽ മ്യൂച്വൽ എക്സ്ക്ലൂഷൻ. മ്യൂച്വൽ എക്സ്ക്ലൂഷൻ എന്ന് പറയുന്നത് when one process is executing in its critical section, നമ്മൾ നേരത്തെ ക്രിട്ടിക്കൽ സെക്ഷൻ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫീച്ചർ ആണെന്ന് പറഞ്ഞാൽ അതേ കാര്യമാണ് മ്യൂച്വൽ എക്സ്ക്ലൂഷനിൽ വരുന്നത്. ഒരു പ്രോസസ്സ് അതിന്റെ ക്രിട്ടിക്കൽ സെക്ഷൻ എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ വേറെ ഒരു പ്രോസസ്സിനും ആ ക്രിട്ടിക്കൽ സെക്ഷനെ ക്രിട്ടിക്കൽ സെക്ഷനെ എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടി പറ്റത്തില്ല. സെയിം ടൈമിൽ
രണ്ട് പ്രോസസ്സിന് ഒരു ക്രിട്ടിക്കൽ സെഷനെ എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടി പറ്റില്ല. അതാണ് മ്യൂച്വൽ എക്സ്ക്ലൂഷൻ എന്ന് പറയുന്നത്. അടുത്ത പ്രോഗ്രസ് എന്ന് പറഞ്ഞാൽ when no process is executing in its critical section, ക്രിട്ടിക്കൽ സെക്ഷനിൽ ഒരു പ്രോസസ് എക്സിക്യൂട്ട് ചെയ്യുന്നില്ല, then എന്ത് ചെയ്യത്തില്ല, then there exist വേറൊരു പ്രോസസ് അവിടെ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. ഈ ക്രിട്ടിക്കൽ സെക്ഷനെ എക്സിക്യൂട്ട് ചെയ്യാൻ വിഷ് ചെയ്യുന്ന ഒരു പ്രോസസ് അവിടെ ഉണ്ട് എന്നുണ്ടെങ്കിൽ ആ പ്രോസസ്സിന് എന്ത് ചെയ്യേണ്ട, വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. അതാണ് പ്രോഗ്രസ്സിൽ പറയുന്നത്. അടുത്ത ബൗണ്ടഡ് വെയിറ്റിംഗ് എന്ന് പറയുമ്പോൾ there must be a bound on a number of times a process allowed to execute in its critical section. ഒരു ക്രിട്ടിക്കൽ സെക്ഷനിൽ ഒരു പ്രോസസ്സിന് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു നമ്പർ ഉണ്ട്. എത്ര ടൈംസ് ആ ഒരു ക്രിട്ടിക്കൽ സെക്ഷനെ ആ പ്രോസസ്സിനെ എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റൂ എന്നൊരു നമ്പർ ബൗണ്ട് ഉണ്ട്. ആ ഒരു ബൗണ്ടിനാണ് ബൗണ്ടഡ് വെയിറ്റിംഗ് എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ എന്താ, ഒന്നുകൂടെ പറയാം. ഒരു പ്രോസസ്സിന് ഒരു ക്രിട്ടിക്കൽ സെക്ഷനെ എത്ര തവണ എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റും, ആ ഒരു ബൗണ്ട്, ഒരു നമ്പർ ഓഫ് ടൈംസ്, എത്ര ഒരു പർട്ടിക്കുലർ നമ്പർ വരെ നമുക്ക് ആ ഒരു ക്രിട്ടിക്കൽ സെക്ഷനെ എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടി പറ്റും. ആ ഒരു ബൗണ്ടഡ് ടൈമിനെയാണ് ബൗണ്ടഡ് വെയിറ്റിംഗ് എന്ന് പറയുന്നത്. അടുത്തത് സെമാഫോർ ആണ്. സെമാഫോർ എന്ന് പറയുന്നത് ഒരു ഇന്റിജർ വേരിയബിൾ ആണ് that are used to solve the critical section problem. ക്രിട്ടിക്കൽ സെക്ഷൻ പ്രോബ്ലം സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ഇന്റിജർ വേരിയബിൾ ആണ് സെമാഫോർ എന്ന് പറയുന്നത്. ഇത് എങ്ങനെയാണ് സോൾവ് ചെയ്യുന്നത്? ബൈ യൂസിങ് 2 അറ്റോമിക് ഓപ്പറേഷൻ, 2 അറ്റോമിക് ഓപ്പറേഷൻസ് ആണ് ഇത് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട്. വെയിറ്റ് ആൻഡ് സിഗ്നൽ, വെയിറ്റ് സിഗ്നൽ എന്ന് പറയുന്ന 2 ഓപ്പറേഷൻസ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ക്രിട്ടിക്കൽ സെക്ഷൻ പ്രോബ്ലം സോൾവ് ചെയ്യുന്നത്. അതിനു വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ഇന്റിജർ വേരിയബിൾ ആണ് സെമാഫോർ. ഇനി വെയിറ്റ് ആൻഡ് സിഗ്നൽ ഓപ്പറേഷൻസ് ആർ യൂസ്ഡ് for process synchronization പ്രോസസ്സിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, വെയിറ്റ് സിഗ്നൽ ഓപ്പറേഷൻസ് യൂസ് ചെയ്യുന്നുണ്ട്. വെയിറ്റ് എന്ന് പറഞ്ഞാൽ വെയിറ്റ് ഓപ്പറേഷൻ എന്ത് ചെയ്യുന്നു, എസ് എന്ന് പറയുന്ന വാല്യൂ, എസ് എന്ന് പറയുന്നത് സെമാഫോർ ആണ്. എസ് എന്ന് പറയുന്ന സെമാഫോറിന്റെ വാല്യൂവിനെ ഡിക്രിമെന്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഓപ്പറേഷൻ ആണ് വെയിറ്റ് എന്ന് പറയുന്നത്. ഇഫ് എന്താണ്, സെമാഫോറിന്റെ വാല്യൂ പോസിറ്റീവ് ആണെങ്കിലാണ് നമ്മൾ അതിനെ ഡിക്രിമെന്റ് ചെയ്യുന്നത്. ഇഫ് അത് നെഗറ്റീവോ സീറോയോ ആണെങ്കിൽ നമ്മൾ ഇവിടെ ഒരു ഓപ്പറേഷൻസും പെർഫോം ചെയ്യുന്നില്ല. നെക്സ്റ്റ് സിഗ്നൽ ഓപ്പറേഷനിൽ എന്ന് വെച്ചാൽ നമ്മൾ എസ് വാല്യൂനെ ഇൻക്രിമെന്റ് ചെയ്യുന്നു. ഇവിടെ എന്താ ചെയ്യുന്നത്, വെയിറ്റിൽ എന്ന് പറയുമ്പോൾ എസ് വാല്യൂ പോസിറ്റീവ് ആണെങ്കിൽ അതിനെ നമ്മൾ ഡിക്രിമെന്റ് ചെയ്യുന്നു. സിഗ്നൽ എന്ന് പറയുമ്പോൾ എസ് വാല്യൂനെ നമ്മൾ ഇൻക്രിമെന്റ് ചെയ്യുന്നു. ഇതാണ് വെയിറ്റിന്റെയും സിഗ്നലിന്റെയും സ്ട്രക്ചർ എന്ന് പറയുന്നത്. അത് റീഡർ റൈറ്റർ പ്രോബ്ലം ആണ്. സപ്പോസ് that a database is to be shared among several concurrent processes. സെവറൽ പ്രോസസ്സിന്, കൺകറന്റ് ആയിട്ടുള്ള പ്രോസസ്സിന് നമ്മൾ ഡേറ്റാബേസ് ഷെയർ ചെയ്തിരിക്കുന്നു എന്ന് കരുതുക എങ്കിൽ സം പ്രോസസ് മേ വാണ്ട് ടു ഒൺലി റീഡ് ദ ഡേറ്റാബേസ്. ചില പ്രോസസ്സിന് എന്ത് ചെയ്താൽ മതി, ആ ഡേറ്റാബേസിനെ റീഡ് ചെയ്താൽ മാത്രം മതി. ആ രീതിയിലുള്ള പ്രോസസ്സിനെ നമ്മൾ റീഡേഴ്സ് എന്ന് പറയുന്നു. അതേപോലെ ചിലർക്ക് എന്ത് ചെയ്യണം, ആ ഡേറ്റാബേസിനെ അപ്ഡേറ്റ് ചെയ്യണം. അവരെ നമ്മൾ എന്തെന്ന് പറയുന്നു, റൈറ്റേഴ്സ് എന്ന് പറയുന്നു. If two readers access the shared data simultaneously, no adverse effect will result. However, if a writer and some other process, either reader or writer, access the database simultaneously, chaos may come. In other, if 2 readers simultaneously ഒരു ഡേറ്റയെ ആക്സസ് ചെയ്യാണ് എന്നുണ്ടെങ്കിൽ അവിടെ വേറെ ഇഷ്യൂസ് ഒന്നും ഉണ്ടാകത്തില്ല. പക്ഷേ ഇഫ് ഒരു റൈറ്ററും അല്ലെങ്കിൽ വേറെ ഏത് പ്രോസസ് വേണോ ആവാം, ഇവർ ഒരു റൈറ്ററും വേറൊരു റൈറ്ററും ആകാം, അല്ലെങ്കിൽ ഒരു റൈറ്ററും ഒരു റീഡറും ആകാം, എങ്കിൽ അവിടെ എന്ത് ചെയ്യത്തില്ല, അവിടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, അവിടെ എന്തുണ്ടാവും, ചാവോസ് ഉണ്ടാവും എന്നാണ് പറയുന്നത്. നമുക്കിപ്പോ 2 റീഡേഴ്സ് ഒരു ഷെയർ ഡേറ്റയെ ആക്സസ് ചെയ്യുവാണെങ്കിൽ, സൈമൾട്ടേനിയസ്ലി ആക്സസ് ചെയ്യുവാണെങ്കിൽ അവിടെ വേറെ എഫക്റ്റ്, ഒരു അഡ്വേഴ്സ് എഫക്ട് ഉണ്ടാവാനുള്ള ചാൻസ് ഇല്ല. പക്ഷെ ഒരു റൈറ്ററുമോ അല്ലെങ്കിൽ ഒരു റൈറ്ററും റീഡറുമോ ആണ് എന്നുണ്ടെങ്കിൽ അവിടെ എഫക്ട്സ് ഉണ്ടാവാനുള്ള chance ഉണ്ട്. To ensure that these difficulties do not arise, we require that the writer have exclusive access to the shared database while writing to the database. This synchronization problem is referred to as reader-writer problem. ഈ ഡിഫിക്കൽട്ടീസ് എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട്, അറൈസ് ചെയ്യാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, റൈറ്റേഴ്സിന് ഒരു എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ആക്സസ് പ്രൊവൈഡ് ചെയ്യണം. റൈറ്റർക്ക് ഒരു എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ആക്സസ് ഷെയർ ഡേറ്റയിലോട് എക്സ്ക്ലൂസീവ് ആക്സസ് പ്രൊവൈഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈ പ്രോബ്ലം, ഈ ഡിഫിക്കൽട്ടി അറൈസ് ചെയ്യുന്നതിൽ നിന്നും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അറൈസ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് പറ്റും. ഈ ഒരു പ്രോബ്ലത്തിനെയാണ് നമ്മൾ റീഡർ റൈറ്റർ പ്രോബ്ലം എന്ന് പറയുന്നത്.
റീഡർ റൈറ്റർ പ്രോബ്ലത്തിൽ വരുന്ന സൊല്യൂഷൻസ് ആണ് എന്താ ഫസ്റ്റ് എന്താ സെമാഫോർ എന്ന് പറയുന്നത് ഇന്റിജർ വേരിയബിൾ ആണ്. സെമാഫോർ റൈറ്റ് ഈസ് ഈക്വൽ ടു 1. അതേപോലെ സെമാഫോർ മ്യൂടെക്സ് എന്ന് പറഞ്ഞാൽ മ്യൂച്വൽ എക്സ്ക്ലൂഷൻ. ദെൻ ഇന്റർ റീഡ് കൗണ്ട് എന്ന് പറഞ്ഞാൽ ഈക്വൽ ടു 0 കൊടുക്കുക. ഒരു ഇന്റിജർ വാല്യൂ, രണ്ട് സെമാഫോർ വാല്യൂസ്. സെമാഫോർ റൈറ്റ് ഇസ് കോമൺ ടു ബോത്ത് റൈറ്റർ ആൻഡ് റീഡർ പ്രോസസ്. റീഡർ പ്രോസസിനും റൈറ്റർ പ്രോസസിനും കോമൺ ആയിട്ടുള്ള WRT ആണ്. ദെൻ മ്യൂടെക്സ് എന്ന് പറയുന്നത് സെമാഫോർ ഈസ് യൂസ് ടു എൻഷുർ മ്യൂച്വൽ എക്സ്ക്ലൂഷൻ എൻഷുർ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന സെമാഫോർ ആണ് മ്യൂടെക്സ് എന്ന് പറയുന്നത്. അതെ, വെറും 489 രൂപ. എന്ത്? അതെ, വെറും 489 രൂപയ്ക്കാണ് കേരളത്തിൽ എവിടെയും കൊടുക്കാത്ത പ്രൈസിൽ ബിടെക്കിന്റെ S2, S4, XS എല്ലാ സെമസ്റ്ററിന്റെ ക്ലാസുകൾ ബിടെക് ട്യൂട്ടർ നിങ്ങൾക്കായി തരാൻ പോകുന്നത്. ഈ ക്ലാസിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് നിങ്ങൾക്ക് അറിയണ്ടേ? ഏറ്റവും മികച്ച ഫാക്കൽറ്റീസ് ഒരുക്കുന്ന ക്ലാസുകൾ, ഏറ്റവും കുറഞ്ഞ ടൈമിൽ ഏറ്റവും ഔട്ട്പുട്ട് കിട്ടുന്ന ക്ലാസുകൾ, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും അതിന്റെ സൊല്യൂഷൻസും, PDF നോട്ട്സ്, ഡൗട്ട് ക്ലിയറൻസ് എഞ്ചിൻ, അങ്ങനെ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് കിട്ടുന്നതാണ്. താല്പര്യമുള്ളവർ എത്രയും പെട്ടെന്ന് ബാച്ചിൽ ജോയിൻ ചെയ്യുക. പിന്നെ ഒരു ചെറിയ സർപ്രൈസുകളുണ്ട്. എന്താ സർപ്രൈസ് എന്ന് അറിയണ്ടേ? നിങ്ങൾക്ക് ലാബിന്റെ ക്ലാസുകളും കൂടാതെ ഇൻഡസ്ട്രി, ഇലക്ട്രിക് സബ്ജക്ട് അങ്ങനെ സെമസ്റ്ററിന്റെ മുഴുവൻ ക്ലാസുകളും വെറും 750 രൂപയ്ക്ക്. 750 രൂപയ്ക്ക് കേരളത്തിൽ എവിടെയും നിങ്ങൾക്ക് ഈ പറയുന്ന തിയറിയോ ലാബിന്റോ ക്ലാസ് കിട്ടുകയില്ല, അതെനിക്ക് ഉറപ്പാണ്. പുറത്ത് ഒരു സബ്ജക്റ്റിന് 1000, 2000 വാങ്ങിക്കുന്ന സമയത്താണ് നമ്മൾ ഒരു സെമസ്റ്റർ മുഴുവൻ വെറും 750 രൂപയ്ക്ക് നിങ്ങൾക്ക് തരുന്നത്. അപ്പൊ നിങ്ങൾ ഇപ്പൊ തന്നെ ജോയിൻ ചെയ്യില്ലേ ബിടെക് ട്യൂട്ടർ ഫോർ ബിടെക് സ്റ്റഡീസ്. അടുത്ത് നോക്കാൻ പോകുന്നത് ഡെഡ്ലോക്ക് ആണ്. ഡെഡ്ലോക്ക് എന്ന് പറയുന്നത് മൊഡ്യൂൾ 3 വരുന്ന ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റൻ ആണ്. ഡെഡ്ലോക്ക് കണ്ടീഷൻസ്, ഡെഡ്ലോക്ക് ഹാൻഡ്ലിംഗ് മെത്തേഡ്സും ഒക്കെ. ഇത് പാർട്ട് ബിയിൽ ഇമ്പോർട്ടന്റ് ആയിട്ട് ഒരു മസ്റ്റ് ക്വസ്റ്റൻ ആണ്. ഡെഡ്ലോക്ക് എന്ന് പറയുന്നത് 7 മാർക്കിലും ചോദിക്കാം, 3 മാർക്ക് ക്വസ്റ്റ്യൻസിലും ഇമ്പോർട്ടന്റ് ആയിട്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റൻ ആണ് ഡെഡ്ലോക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഡെഡ്ലോക്ക് എന്താണെന്ന് നോക്കുവാണെങ്കിൽ, ആ ഡെഡ്ലോക്ക് എന്ന് പറയുന്നത് ഒരു സിറ്റുവേഷൻ ആണ് in which each of the computer process wait for a resource which is being assigned to some other process. എന്ത് ചെയ്യുന്നു? ഓരോ പ്രോസസ്സും അതിനൊരു റിസോഴ്സ് കാണും, പക്ഷെ അത് എന്ത് ചെയ്യുന്നു? വേറൊരു പ്രോസസ്സിന്റെ റിസോഴ്സിന് വേണ്ടി എന്ത് ചെയ്യുന്നു? വെയിറ്റ് ചെയ്യുന്നു. അത് ഈ ഒരു സിറ്റുവേഷനെയാണ് നമ്മൾ ഡെഡ്ലോക്ക് എന്ന് പറയുന്നത്. ഒരു പ്രോസസ്സ് കാണും, ആ പ്രോസസ്സ് എല്ലാ പ്രോസസ്സും അതിനെന്ത് ചെയ്യുന്നു? അതിനൊരു റിസോഴ്സ് ഉണ്ടായിരിക്കും, പക്ഷെ അതെന്ത് ചെയ്യുന്നു? അത് വേറൊരു പ്രോസസ്സിന്റെ റിസോഴ്സിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നു. ആ ഒരു സിറ്റുവേഷനെയാണ് നമ്മൾ ഡെഡ്ലോക്ക് എന്ന് പറയുന്നത്. In this situation, none of the process get executed since the resource is needed. It is held by some other process which is also waiting for some other resource to be released. എന്താ ഈ ഒരു സിറ്റുവേഷനിൽ ഒരു പ്രോസസ്സും എക്സിക്യൂട്ട് ചെയ്യുന്നില്ല, കാരണം ഒരു പ്രോസസ് വേറൊരു പ്രോസസ്സിന്റെ റിസോഴ്സിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ്, ആ പ്രോസസ് വേറൊരു പ്രോസസ്സിന്റെ റിസോഴ്സിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. അപ്പോൾ ഇവിടെ വെയിറ്റിംഗ് മാത്രമേ നടക്കുന്നുള്ളൂ, അവിടെ വേറൊരു എക്സിക്യൂഷൻ നടക്കുന്നില്ല. ഇതാണ് ഡെഡ്ലോക്കിൽ നടക്കുന്നത്. ഇനി ഡെഡ്ലോക്കിന്റെ കണ്ടീഷൻസ് നോക്കാം. ഫസ്റ്റ് കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ മ്യൂച്വൽ എക്സ്ക്ലൂഷൻ എന്ന് പറയുമ്പോൾ resource can only be shared mutually exclusive manner. റിസോഴ്സിനെ നമ്മൾ മ്യൂച്വലി എക്സ്ക്ലൂസീവ് മാനറിൽ മാത്രം ഷെയർ ചെയ്താൽ നമുക്ക് മ്യൂച്വൽ എക്സ്ക്ലൂഷൻ തടയാൻ വേണ്ടി പറ്റും എന്ന് പറയുമ്പോൾ, ഈ രണ്ട് പ്രോസസ്സിന് ഒരുമിച്ച് ഒരു റിസോഴ്സ് ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ പ്രോസസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റരുത്, എങ്കിൽ അവിടെ എന്തുണ്ടാകത്തില്ല? ഡെഡ്ലോക്ക് ഉണ്ടാകത്തില്ല. ഓക്കെ, ഇഫ് ടു പ്രോസസ് cannot uses the same resource at same time സെയിം റിസോഴ്സിനെ രണ്ട് പ്രോസസ്സിനെ യൂസ് ചെയ്യാൻ പറ്റരുത്. ഇതിലാണ് മ്യൂച്വൽ എക്സ്ക്ലൂഷൻ പറയുന്നത്. നെക്സ്റ്റ് ഹോൾഡ് ആൻഡ് വെയിറ്റ് എന്ന് പറയുമ്പോൾ a process wait for some resources while holding another resource at the same time. ഒരു പ്രോസസ്, ഞാൻ പറഞ്ഞ ഒരു പ്രോസസ് അതിനൊരു റിസോഴ്സ് കാണും, അതിനുള്ള റിസോഴ്സിനെ അത് ഹോൾഡ് ചെയ്ത് വെച്ചിട്ട് വേറൊരു പ്രോസസ്സിന്റെ റിസോഴ്സിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നു. ഈ ഒരു സിറ്റുവേഷനാണ് നമ്മൾ ഹോൾഡ് ആൻഡ് വെയിറ്റിൽ കൂടി പറയുന്നത്. അറ്റ് ദി സെയിം ടൈം ഇതാണ് ഹോൾഡ് ആൻഡ് വെയിറ്റിൽ പറയുന്നത്. അടുത്തത് വരുന്നത് നോ പ്രിയംഷൻ. ദ പ്രോസസ് വിച്ച് വൺസ് ഷെഡ്യൂൾഡ് വിൽ ബി എക്സിക്യൂട്ടഡ് ടിൽ ദ കംപ്ലീഷൻ. എന്ത് ചെയ്യുന്നു? ഒരു പ്രോസസ് ഷെഡ്യൂൾ ചെയ്തു, ആ പ്രോസസ്സ് തന്നെ ആയിരിക്കും കംപ്ലീഷൻ വരെ എക്സിക്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിനാണ് നോട്ട് പ്രിയംഷൻ എന്ന് പറയുന്നത്. അടുത്ത സർക്കുലർ വെയിറ്റ് ആണ്. ഓൾ ദ പ്രോസസ് മസ്റ്റ് ബി വെയിറ്റിംഗ് ഫോർ ദ റിസോഴ്സ് ഇൻ എ സൈക്ലിക് മാനർ so that the last process is waiting for the resource which is being held by the ഫസ്റ്റ് പ്രോസസ്. എല്ലാ പ്രോസസ്സും റിസോഴ്സിനെ ആക്സസ് ചെയ്യുന്ന ഒരു സർക്കുലർ മാനറിലാണ്, സൈക്ലിക് മാനറിലാണ്. എന്ന് പറഞ്ഞാൽ ലാസ്റ്റ് പ്രോസസ് എന്ന് പറയുന്നത് വെയിറ്റ് ചെയ്യുന്നത് ഫസ്റ്റ് പ്രോസസ്സിന്റെ റിസോഴ്സിന് വേണ്ടിയായിരിക്കും. അങ്ങനെയാണ് ഒരു സൈക്ലിക് മാനർ ഫോം ചെയ്യുന്നത്. അടുത്ത ഡെഡ്ലോക്ക് ഹാൻഡിൽ ചെയ്യാനുള്ള മെത്തേഡ്സ് ആണ്. ഫസ്റ്റ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഡെഡ്ലോക്ക് ഇഗ്നോറൻസ് ആണ്.
ഡെഡ്ലോക്ക് ഇഗ്നോറൻസ് എന്ന പേര് തന്നെ നമുക്ക് അറിയാം, ഇഗ്നോർ ചെയ്യുക, ഡെഡ്ലോക്കിനെ ഇഗ്നോർ ചെയ്യുക. ഇന്ന് പറയുന്ന മോസ്റ്റ് വൈഡ്ലി യൂസ് ചെയ്യുന്ന ഒരു അപ്രോച്ച് ആണ്. ഇവിടെ എന്ന് പറയുമ്പോൾ ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ത് ചെയ്യുന്നു, ഡെഡ്ലോക്ക് ഉണ്ടായി എന്നുള്ള കാര്യമേ ഉണ്ടായില്ല എന്നൊന്ന് അസ്യൂം ചെയ്യുന്നു, എന്നിട്ട് ഉണ്ടായ ഡെഡ്ലോക്കിനെ ഇഗ്നോർ ചെയ്യുന്നു. ഈ അപ്രോച്ച് എന്ന് പറയുന്നത് സിംഗിൾ എൻഡ് യൂസർ സിസ്റ്റത്തിൽ എന്ത് ചെയ്യാം, സ്യൂട്ടബിൾ ആണ്. വേറെ യൂസർ എന്ത് ചെയ്യുന്നു, ബ്രൗസ് ചെയ്യാനോ അല്ലെങ്കിൽ നോർമൽ സ്റ്റഫ്സിന് വേണ്ടിയിട്ട് മാത്രം യൂസ് ചെയ്യുന്ന എൻഡ് യൂസർ സിസ്റ്റത്തിൽ ഇത് സ്യൂട്ടബിൾ ആണ്. ഡെഡ്ലോക്ക് അവോയ്ഡൻസ് ഇഗ്നോറൻസ് എന്ന് പറയുന്നത്. അടുത്ത ഡെഡ്ലോക്ക് പ്രിവെൻഷൻ ആണ്. ഡെഡ്ലോക്ക് എപ്പോഴാണ് ഉണ്ടാവുന്ന, ഓൺലി വെൻ മ്യൂച്വൽ എക്സ്ക്ലൂഷൻ, നോ പ്രിയംഷൻ, ഹോൾഡ് ആൻഡ് വെയിറ്റ്, സർക്കുലർ റീഡ്സ് സൈമൾട്ടേനിയസ്ലി ഹാപ്പൻ ചെയ്യുമ്പോൾ മാത്രമാണ് ഡെഡ്ലോക്ക് ഉണ്ടാകുന്നത്. ഇഫ് എനി വൺ ഓഫ് ദി 4 കണ്ടീഷൻസ് വയലേറ്റ് ചെയ്താൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സിസ്റ്റത്തിൽ ഡെഡ്ലോക്ക് ഉണ്ടാവാതിരിക്കാൻ വേണ്ടി നമുക്ക് ഡെഡ്ലോക്കിനെ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടി പറ്റും. ഡെഡ്ലോക്ക് പ്രിവെൻഷൻ എന്താ പറയുന്നത്, ഡെഡ്ലോക്ക് ഹാപ്പൻ ചെയ്യുന്നതിന് 4 കണ്ടീഷൻസ് യൂസ് ചെയ്തിട്ടാണ്. ആ 4 കണ്ടീഷൻസ് നമ്മൾ മുന്നത്തെ സ്ലൈഡിൽ പഠിച്ചത്. ഏതൊക്കെയാ, നോ പ്രിയംഷൻ, ഹോൾഡ് ആൻഡ് വെയിറ്റ്, സർക്കുലർ വെയിറ്റ്, മ്യൂച്വൽ എക്സ്ക്ലൂഷൻ. ഈ ഏതെങ്കിലും ഒരു 4 കണ്ടീഷനെ വയലേറ്റ് ചെയ്യാൻ പറ്റിയാൽ നമുക്ക് ഡെഡ്ലോക്കിനെ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടി പറ്റും. അടുത്തത് ഡെഡ്ലോക്ക് അവോയ്ഡൻസ് ആണ്. ഡെഡ്ലോക്ക് അവോയ്ഡൻസ് എന്ന് പറയുമ്പോൾ ഓപ്പറേറ്റിംഗ് സിസ്റ്റം റിവ്യൂ ഈച്ച് അലോക്കേഷൻ, ഓരോ അലോക്കേഷനും എന്ത് ചെയ്യുന്നു, ഓപ്പറേറ്റിംഗ് സിസ്റ്റം റിവ്യൂ ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ ഓരോ അലോക്കേഷനും ഡെഡ്ലോക്ക് കോസ് ചെയ്യുന്നതിന് ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ത് ചെയ്യുന്നു, ഓരോ സിസ്റ്റവും ഓരോ സ്റ്റെപ്പിലും സേഫ് ആണോ, ഓരോ സേഫ് സ്റ്റേറ്റ് ആണോ അല്ലെങ്കിൽ അൺസേഫ് ആണോ എന്ന് ഓപ്പറേറ്റിംഗ് സിസ്റ്റം റെഗുലർലി ചെക്ക് ചെയ്യുന്നു. എന്നിട്ട് ഈ പ്രോസസ് എപ്പോൾ വഴി കണ്ടിന്യൂ ചെയ്യുന്നു, അണ്ടിൽ സിസ്റ്റം സേഫ് സ്റ്റേറ്റ് ആണ് അണ്ടിൽ സേഫ് സ്റ്റേറ്റ് ആവുന്നവരെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ത് ചെയ്യുന്നു, പ്രോസസ് ചെയ്യുന്നു. ഇഫ് അൺസേഫ് സ്റ്റേറ്റ് ആണെന്നുണ്ടെങ്കിൽ ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ത് ചെയ്യുന്നു, ബാക്ക് ട്രാക്ക് ഒരു സ്റ്റെപ്പ് എന്ത് ചെയ്യുന്നു, ബാക്ക് ട്രാക്ക് ചെയ്യുന്നു. ഇങ്ങനെയാണ് എന്ത് ചെയ്യുന്നത്, ഡെഡ്ലോക്ക് അവോയ്ഡ് ചെയ്യുന്നത്. എന്ത് ചെയ്യുന്നു, ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഓരോ സ്റ്റെപ്പിനെ എന്ത് ചെയ്യുന്നു, ചെക്ക് ചെയ്യുന്നു. സേഫ് സ്റ്റേറ്റ് ആവുന്നത് വരെ എന്ത് ചെയ്യുന്നു, ഈ പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്യുന്നു. അൺസേഫ് സ്റ്റേറ്റ് ആകുമ്പോൾ എന്ത് ചെയ്യുന്നു, ഒരു സ്റ്റെപ്പ് ബാക്ക് ട്രാക്ക് ചെയ്ത് ചെക്ക് ചെയ്യുന്നു. ഇതാണ് ഡെഡ്ലോക്ക് അവോയ്ഡൻസിൽ വരുന്നത്. അടുത്തത് ഡെഡ്ലോക്ക് ഡിറ്റക്ഷൻ ആൻഡ് റിക്കവറി ആണ്. ദിസ് അപ്രോച്ച് ലെറ്റ് ദ പ്രോസസ് ഫോൾ ഇൻ ഡെഡ്ലോക്ക് ആൻഡ് ദെൻ പീരിയോഡിക്കലി ചെക്ക് വെദർ ദ ഡെഡ്ലോക്ക് ഒക്കർ ഇൻ ദ സിസ്റ്റം ഓർ നോട്ട്. എന്ത് ചെയ്യുന്നു, ഒരു പ്രോസസ് ഡെഡ്ലോക്ക് ആയി എങ്കിൽ എന്ത് ചെയ്യുന്നു, പീരിയോഡിക്കലി എന്ത് ചെയ്യുന്നു, ചെക്ക് ചെയ്യുന്നു, ഇപ്പോൾ ഡെഡ്ലോക്ക് ഉണ്ടോ ഇല്ലയോ എന്ന് പീരിയോഡിക്കലി ചെക്ക് ചെയ്യുന്നു. If it occur, then apply some of the recovery method to system, get rid of the deadlock. എങ്കിൽ ഇപ്പോൾ ചെക്ക് ചെയ്യുമ്പോൾ ഡിറ്റക്ട് ചെയ്യുമ്പോൾ എന്ത് ചെയ്യുന്നു, ഡെഡ്ലോക്ക് ഒക്കർ ആയി എന്ന് കാണുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, റിക്കവറി മെത്തേഡ്സ് കുറച്ച് റിക്കവറി മെത്തേഡ്സ് യൂസ് ചെയ്തിട്ട് ഡെഡ്ലോക്ക് അവോയ്ഡ് ചെയ്യുന്നു, ഡെഡ്ലോക്കിനെ പ്രിവെന്റ് ചെയ്യുന്നു. ഇതാണ് ഡെഡ്ലോക്ക് ഡിറ്റക്ഷൻ ആൻഡ് റിക്കവറിയിൽ വരുന്നത്. ഓക്കെ, ഇത്രയാണ് ഡെഡ്ലോക്ക് എന്നുള്ള കൺസെപ്റ്റിൽ വരുന്ന കാര്യം. ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിലെ മൊഡ്യൂൾ 4-ലെ 10 ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഈ ഒരു 10 ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസ് നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് മൊഡ്യൂൾ 4-ലെ ഫുൾ മാർക്സ് നമുക്ക് കിട്ടും. അത്രയും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു 10 ക്വസ്റ്റ്യൻസ് ആണ് ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതിന്റെ ഫസ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് നമുക്ക് പോവാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ചാൽ, വാട്ട് ഈസ് ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ ഡിമാൻഡ് ഫെച്ച് ആൻഡ് ആന്റിസിപ്പേറ്ററി ഫെച്ച്. ഡിമാൻഡ് ഫെച്ച് എന്താണ്, അതുപോലെ തന്നെ ആന്റിസിപ്പേറ്ററി ഫെച്ച്, ഇത് നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യാനാണ് ചോദിച്ചേക്കുന്നത്. ഡിമാൻഡ് ഫെച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനിഷ്യേറ്റഡ് ബൈ എ സ്പെസിഫിക് റിക്വസ്റ്റ് ഓർ ഡിമാൻഡ്. ഒരു സ്പെസിഫിക് റിക്വസ്റ്റ് അല്ലെങ്കിൽ ഡിമാൻഡ് അനുസരിച്ച് ഇനിഷ്യേറ്റ് ചെയ്യപ്പെടുന്ന ഒരു ഫെച്ചിനെയാണ് ഡിമാൻഡ് ഫെച്ച് എന്ന് പറയുന്നത്. നമ്മൾ എന്തെങ്കിലും റിക്വസ്റ്റ് ആവശ്യപ്പെട്ടാൽ മാത്രമേ അതെന്ത് ചെയ്യൂ, തിരിച്ച് നമുക്ക് അതിൻ്റെതായിട്ടുള്ള ഒരു ഔട്ട്പുട്ട് നമുക്ക് അവിടെ നിന്ന് കിട്ടും. പക്ഷെ ആന്റിസിപ്പേറ്ററി ഫെച്ച് എന്ന് പറഞ്ഞാൽ അങ്ങനല്ല. It is initiated based on some patterns. നമ്മൾ പാസ്റ്റിൽ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ, പാസ്റ്റിൽ ചെയ്തിട്ടുള്ള പാറ്റേൺസിനെയൊക്കെ എന്ത് ചെയ്യും, അതിനെയൊക്കെ ബേസ് ചെയ്തിട്ട് നമുക്ക് ഇനിഷ്യേറ്റ് ചെയ്യപ്പെടുന്ന അല്ലെങ്കിൽ നമ്മൾ ഇനി ചെയ്യാൻ പോകുന്ന കാര്യങ്ങളെ ബേസ് ചെയ്തിട്ട് എന്താണ് ഇനിഷ്യേറ്റ് ചെയ്യുന്ന കാര്യമാണ് നമ്മുടെ ആന്റിസിപ്പേറ്ററി ഫെച്ച് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഡിമാൻഡ് ഫെച്ച് എന്ന് പറയുന്നത് ഒരു റിയാക്റ്റീവ് ആയിട്ടുള്ള ഒരു ഫെച്ച് ആണ്. ദാറ്റ് ഈസ് ഒക്കേഴ്സ് ഇൻ റെസ്പോൺസ് ടു എ റിക്വസ്റ്റ്. നമ്മളൊരു റിക്വസ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ അത് റിയാക്റ്റീവ് ആണ്. റിക്വസ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ അതെന്ത് ചെയ്യും, നമുക്ക് ആവശ്യമുള്ള കാര്യം ഡിമാൻഡ്
കൊടുത്തു കഴിഞ്ഞാൽ ആവശ്യമുള്ള കാര്യം നമുക്ക് ഔട്ട്പുട്ട് ആയിട്ട് തിരിച്ചു കിട്ടും. അതാണ് റിയാക്റ്റീവ് ആണെന്ന് പറയാൻ കാര്യം. ആന്റിസിപ്പേറ്ററി ഫെച്ച് എന്ന് പറഞ്ഞാൽ പ്രോ ആക്റ്റീവ് ആണ്. പ്രോ ആക്റ്റീവ് ഇൻ ദ സെൻസ് ദാറ്റ് ഇറ്റ് ഹാപ്പൻസ് ഇൻ ആന്റിസിപ്പേഷൻ ഓഫ് ഫ്യൂച്ചർ റിക്വസ്റ്റ്. ഫ്യൂച്ചർ റിക്വസ്റ്റ് നേരത്തെ മുൻകൂട്ടി കണ്ടുകൊണ്ട് അവർ എന്താണോ വേണ്ട സാധനം അത് ഓൾറെഡി ലോഡ് ചെയ്ത് വെക്കും. നേരത്തെ തന്നെ അവർ ലോഡ് ചെയ്ത് വെക്കും. അതാണ് ആന്റിസിപ്പേറ്ററി ഫെച്ച് എന്ന് പറഞ്ഞാൽ. ഡിമാൻഡ് ഫെച്ച് ഇസ് എ പുൾ മെക്കാനിസം. ഡിമാൻഡ് ഫെച്ച് എന്ന് പറയുന്നത് ഒരു പുൾ മെക്കാനിസം ആണ്. അതായത് നമുക്ക് ആവശ്യമുള്ളപ്പോൾ ഡേറ്റ നമ്മൾ പുൾ ചെയ്ത് വെക്കും. ആന്റിസിപ്പേറ്ററി ഫെച്ച് ആണെങ്കിലോ പുഷ് മെക്കാനിസം ആണ്. ഓൾറെഡി ആ ഡേറ്റയെ എന്ത് ചെയ്യും, പുഷ് ചെയ്ത് നമ്മുടെ ആവശ്യ സ്ഥലത്ത് കൊണ്ടുവയ്ക്കും. എന്താന്ന് വെച്ചാല് നമ്മുടെ പ്രഡിക്ഷൻസും പാറ്റേൺസും ഇതൊക്കെ കണക്കിലെടുത്തുകൊണ്ട് ഓൾറെഡി നമുക്ക് ആവശ്യമുള്ള ഡേറ്റയെ ഇവർ എന്ത് ചെയ്യും, പുഷ് ചെയ്ത് വെച്ചേക്കും. അടുത്ത് നമ്മളുടെ ഡിമാൻഡ് ഫെച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മേ ലീഡ് ടു ഡിലേസ് ഇഫ് നോട്ട് പ്രീ ക്യാച്ച്ഡ്. ഡിമാൻഡ് ഫെച്ച്ഡ് ഇപ്പൊ നമ്മൾ രണ്ട് പ്രോസസ്സ് പറയാം. PU0 ആൻഡ് P1 എന്ന് പറയുന്ന രണ്ട് പ്രോസസ് ഉണ്ട്. P1 എന്ന് പറയുന്ന പ്രോസസ്സിന് നമ്മുടെ ഒരു ഫയൽ വേണം, അല്ലെങ്കിൽ ഒരു ഹാർഡ്വെയർ റിസോഴ്സ് വേണം. ഈ ഹാർഡ്വെയർ റിസോഴ്സ് പക്ഷെ P0 എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് യൂട്ടിലൈസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ P1 എന്ന് പറയുന്ന പ്രോസസ്സ് ലേറ്റ് ആയിപ്പോയി, ഹാർഡ്വെയർ റിസോഴ്സ് കിട്ടാനായിട്ട് ലേറ്റ് ആയിപ്പോയി. അതുകൊണ്ടാണ് ഇപ്പം അപ്പൊ ഈ P1 എന്ന് പറയുന്ന പ്രോസസ്സ് എന്താണ്, ഹാർഡ്വെയർ റിസോഴ്സ് കിട്ടാതെ അതിന്റെ വെയിറ്റിംഗ് ടൈം കൂടിക്കൊണ്ടേ ഇരിക്കുന്നു. ഈ ഹാർഡ്വെയർ റിസോഴ്സ് കിട്ടിക്കഴിഞ്ഞാൽ അതിന് എക്സിക്യൂഷൻ നടത്താൻ പറ്റും. അതുകൊണ്ട് അത് ഹാർഡ്വെയർ റിസോഴ്സിന് വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അതാണ് മേ ലീഡ് ടു ഡിലേസിന് കാരണമാകുന്നു ഇഫ് നോട്ട് പ്രീ ക്യാച്ച്ഡ്. നേരത്തെ നമ്മൾ മുൻകൂട്ടി കണ്ട് അതിന് എന്താണ് അലോക്കേറ്റ് വെച്ചില്ലെങ്കിൽ അത് എന്ത് ചെയ്യും, ഡിലേക്ക് കാരണമാവും. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. aims to reduce latency by having data ready before it is actually requested. റിക്വസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഡേറ്റ അവിടെ ഉണ്ട്, അല്ലെങ്കിൽ നമ്മുടെ റിസോഴ്സ് അവിടെ തന്നെ ഉണ്ട്. അതുകൊണ്ട് നമുക്ക് അവിടെ ഒരു ഡിലേയോ ലാറ്റൻസി അങ്ങനെ ഒന്നും വരുന്നില്ല. അതെ, വെറും 489 രൂപ. എന്ത്? അതെ, വെറും 489 രൂപയ്ക്കാണ് കേരളത്തിൽ എവിടെയും കൊടുക്കാത്ത പ്രൈസിൽ ബിടെക്കിന്റെ S2, S4, XS എല്ലാ സെമസ്റ്ററിന്റെ ക്ലാസുകൾ ബിടെക് ട്യൂട്ടർ നിങ്ങൾക്കായി തരാൻ പോകുന്നത്. ഈ ക്ലാസിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാ നിങ്ങൾക്ക് അറിയണ്ടേ? ഏറ്റവും മികച്ച ഫാക്കൽറ്റീസ് ഒരുക്കുന്ന ക്ലാസുകൾ, ഏറ്റവും കുറഞ്ഞ ടൈമിൽ ഏറ്റവും ഔട്ട്പുട്ട് കിട്ടുന്ന ക്ലാസുകൾ, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും അതിന്റെ സൊല്യൂഷൻസും, PDF നോട്ട്സ്, ഡൗട്ട് ക്ലിയറൻസ് എഞ്ചിൻ, അങ്ങനെ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് കിട്ടുന്നതാണ്. താല്പര്യമുള്ളവർ എത്രയും പെട്ടെന്ന് ബാച്ചിൽ ജോയിൻ ചെയ്യുക. പിന്നെ ഒരു ചെറിയ സർപ്രൈസുകളുണ്ട്. എന്താ സർപ്രൈസ് എന്ന് അറിയണ്ടേ? നിങ്ങൾക്ക് ലാബിന്റെ ക്ലാസുകളും കൂടാതെ ഇൻഡസ്ട്രി, ഇലക്ട്രിക് സബ്ജക്ട് അങ്ങനെ സെമസ്റ്ററിന്റെ മുഴുവൻ ക്ലാസുകളും വെറും 750 രൂപയ്ക്ക്. 750 രൂപയ്ക്ക് കേരളത്തിൽ എവിടെയും നിങ്ങൾക്ക് ഈ പറയുന്ന തിയറിയോ ലാബിന്റോ ക്ലാസ് കിട്ടുകയില്ല, അതെനിക്ക് ഉറപ്പാണ്. പുറത്ത് ഒരു സബ്ജക്റ്റിന് 1000, 2000 വാങ്ങിക്കുന്ന സമയത്താണ് നമ്മൾ ഒരു സെമസ്റ്റർ മുഴുവൻ വെറും 750 രൂപയ്ക്ക് നിങ്ങൾക്ക് തരുന്നത്. അപ്പൊ നിങ്ങൾ ഇപ്പൊ തന്നെ ജോയിൻ ചെയ്യില്ലേ ബിടെക് ട്യൂട്ടർ ഫോർ ബിടെക് സ്റ്റഡീസ്. Common in on-demand systems or user-driven application. ഇത് on-demand system അതുപോലെ തന്നെ user-driven applicationലാണ് ഡിമാൻഡ് ഫെച്ച് വരുന്നത്. ആന്റിസിപ്പേറ്ററി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ often used in pre-fetching strategies to enhance performance in data-intensive tasks and applications. അടുത്ത് ഇവിടെ ലോഡിംഗ് എ വെബ് പേജ് when a user clicks on a link. ഒരു വെബ്സൈറ്റ് ലിങ്കിന് നമ്മൾ എന്ത് ചെയ്യുന്നു, യൂസർ അതിൽ ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ മാത്രം എന്ത് ചെയ്യും, നമുക്ക് ഡിമാൻഡ് അനുസരിച്ച് എന്താണോ ക്ലിക്ക് ചെയ്തത് ആ ഒരു പെർട്ടിക്കുലർ വെബ്സൈറ്റ് പിന്നെ എന്ത് ചെയ്യും, എന്ത് ക്ലിക്ക് ചെയ്തോ അതിലോട്ട് പോകും. നമ്മൾ ഡിമാൻഡ് അനുസരിച്ചാണ്. ഇപ്പൊ നമ്മൾ ആ ഒരു പെർട്ടിക്കുലർ സാധനത്തിനെ ക്ലിക്ക് ചെയ്തില്ലെങ്കിൽ, ഓപ്ഷനെ ക്ലിക്ക് ചെയ്തില്ലെങ്കിൽ നമുക്ക് അവിടെ അത് കിട്ടില്ല. അപ്പൊ ഡിമാൻഡ് അനുസരിച്ച് കിട്ടുന്ന അതിനെയാണ് ഇതെന്ന് നമ്മുടെ ഡിമാൻഡ് ഫെച്ചിങ് എന്ന് പറയുന്നത്. ലോഡിംഗ് എ വെബ് പേജ് when a user clicks on a link. യൂസർ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മുടെ കാര്യങ്ങൾ ഫെച്ച് ചെയ്ത് വരുന്നു. പ്രീ ലോഡിംഗ് ഇമേജസ് ഓർ കണ്ടന്റ് ഇൻ എ മീഡിയ പ്ലെയർ. ഒരു മീഡിയ പ്ലെയറിൽ നേരത്തെ തന്നെ കണ്ടന്റും ഇമേജസും ഒക്കെ എന്ത് ചെയ്യും, ലോഡ് ചെയ്ത് വെക്കും. എന്താണ്, ബേസ്ഡ് ഓൺ ദ യൂസർ ബിഹേവിയർ ആൻഡ് പ്ലേ ബാക്ക് പാറ്റേൺസ്. എങ്ങനെയാണോ പണ്ടത്തെ പാസ്റ്റ് പാറ്റേൺസിനെയൊക്കെ ബേസ് ചെയ്തിട്ട് മീഡിയ പ്ലെയറിൽ അവർ ഇമേജസിനെയും വീഡിയോസിനെയും കണ്ടന്റിനെയൊക്കെ ഓൾറെഡി പ്രീ ലോഡ് ചെയ്ത് വെക്കുന്ന ഇതാണ് ആന്റിസിപ്പേറ്ററി ഫെച്ച് എന്ന് പറയുന്നത്. ഈ ഒരു 6 പോയിന്റ്സ് എഴുതണം നമ്മൾ. ഈ ഒരു ഡിഫറൻസ് ചോദിച്ചാൽ ബിറ്റ്വീൻ ഡിമാൻഡ് ഫെച്ചിങ് ആൻഡ് ആന്റിസിപ്പേറ്ററി ഫെച്ച് ചോദിച്ചു കഴിഞ്ഞാൽ സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ചാൽ ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ ലോജിക്കൽ അഡ്രസ് ആൻഡ് ഫിസിക്കൽ അഡ്രസ്. ഇതൊരു ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്. എല്ലാം ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്, പക്ഷെ ഇത് കുറച്ചുകൂടെ ഇമ്പോർട്ടന്റ് ആയിട്ട് കൺസിഡർ ചെയ്ത് പഠിക്കണം. ലോജിക്കൽ അഡ്രസ് എന്താണ്, ഫിസിക്കൽ അഡ്രസ് എന്താണെന്ന് നോക്കാം.
ലോജിക്കൽ അഡ്രസ് എന്ന് പറയുന്നത് ജനറേറ്റഡ് ബൈ ദ CPU ജനറേറ്റ് ചെയ്യുന്ന അഡ്രസ് ആണ് ലോജിക്കൽ അഡ്രസ്. ആക്സസസ് എ സ്പെസിഫിക് ലൊക്കേഷൻ ഇൻ ദ മെമ്മറി. ഫിസിക്കൽ അഡ്രസ് ആണെങ്കിലോ ഇറ്റ്സ് ദ ആക്ച്വൽ ലൊക്കേഷൻ ഇൻ ദ ഫിസിക്കൽ മെമ്മറി ഹാർഡ്വെയർ വെയർ ഡേറ്റ ഈസ് സ്റ്റോർഡ്. ഡേറ്റ എവിടെയാണോ സ്റ്റോർ ചെയ്തിരിക്കുന്നത് ആ ഒരു പെർട്ടിക്കുലർ ഏരിയയുടെ മെമ്മറിയെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഫിസിക്കൽ അഡ്രസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ലോജിക്കൽ അഡ്രസ്സസ് ആർ യൂസ്ഡ് ബൈ ദ പ്രോഗ്രാം ഡ്യൂറിംഗ് ഇറ്റ്സ് എക്സിക്യൂഷൻ. ലോജിക്കൽ അഡ്രസ് എപ്പോഴാണ് ഉപയോഗിക്കുന്നത്? എക്സിക്യൂഷൻ ഓഫ് എ പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യപ്പെടുന്ന സമയത്താണ് നമ്മൾ ലോജിക്കൽ മെമ്മറിയെ യൂസ് ചെയ്യുന്നത്. ഫിസിക്കൽ അഡ്രസ് എന്ന് പറയുന്നത് റിയൽ ലൊക്കേഷനിന്റെ റാമിലെയോ അല്ലെങ്കിൽ അതർ സ്റ്റോറേജ് ഡിവൈസസിലെയോ ഒറിജിനൽ അഡ്രസ്സിനെയാണ് നമ്മൾ ഫിസിക്കൽ അഡ്രസ് എന്ന് പറയുന്നത്. Logical addresses provide a way for program to access and organize data. Logical address എന്ത് ചെയ്യുന്നു? ഡേറ്റയെ ഓർഗനൈസ് ചെയ്യാനും ആക്സസ് ചെയ്യാനും ഹെൽപ്പ് ചെയ്യുന്നു. ഫിസിക്കൽ അഡ്രസ് റെപ്രസെന്റ് ദ ആക്ച്വൽ ഇലക്ട്രോണിക് സർക്യൂട്ടറി. എന്താണ് റെപ്രസെന്റ് ചെയ്യുന്നത്? ആക്ച്വൽ ഇലക്ട്രോണിക് സർക്യൂട്ടറി. അതുപോലെ തന്നെ സ്റ്റോറേജ് ഇൻ ദ മെമ്മറി ഹാർഡ്വെയറിലെ ഇലക്ട്രോണിക് സർക്യൂട്ടറി, സ്റ്റോറേജ് സെൽസ് ഇവരെയൊക്കെ റെപ്രസെന്റ് ചെയ്യുന്നതാണ് ഫിസിക്കൽ അഡ്രസ്. ലോജിക്കൽ അഡ്രസ്സസ് ആർ റിലേറ്റീവ് ടു ദ പ്രോഗ്രാം ഓർ പ്രോസസസ് സ്റ്റാർട്ടിംഗ് ഫ്രം 0. ലോജിക്കൽ അഡ്രസ് ആരെയാണ് റിലേറ്റ് ചെയ്തിരിക്കുന്നത്? പ്രോഗ്രാമിനെയും പ്രോസസ്സിനെയാണ്. അത് കണക്കിന് ഫിസിക്കൽ അഡ്രസ് ഫിക്സഡ് ആണ്. അത് ഹാർഡ്വെയർ ആർക്കിടെക്ചർ ആണ് ഡിറ്റർമിൻ ചെയ്യുന്നത് ഏതാണ് ഫിസിക്കൽ അഡ്രസ് എന്നുള്ള കാര്യം. ലോജിക്കൽ അഡ്രസ്സസ് ആർ ട്രാൻസ്ലേറ്റഡ് ഇൻ ടു ഫിസിക്കൽ അഡ്രസ്. ലോജിക്കൽ അഡ്രസ്സിനെ നമ്മൾ ഫിസിക്കൽ അഡ്രസ് ആയിട്ട് ട്രാൻസ്ലേറ്റ് ചെയ്യുന്നു. ആര് ചെയ്യുന്നു? MMU എന്ന് പറയുമ്പോൾ മെമ്മറി മാനേജ്മെന്റ് യൂണിറ്റ്. ഫിസിക്കൽ അഡ്രസ് ഈസ് വാട്ട് ദ ഹാർഡ്വെയർ യൂസസ് ടു റീഡ് ഓർ റൈറ്റ് ഡേറ്റ ഇൻ ദ മെമ്മറി. മെമ്മറിയിൽ റീഡ് റൈറ്റ് ഓപ്പറേഷൻസ് ഒക്കെ ചെയ്യാൻ യൂസ് ചെയ്യുന്ന ആളാണ് ഫിസിക്കൽ അഡ്രസ് എന്ന് പറയുന്നത്. ഇത്രയും ഒരു 5 പോയിന്റ്സ് ഇമ്പോർട്ടന്റ് ആയിട്ട് നോക്കി നിങ്ങൾ പഠിക്കണം. ഈ ഒരു ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ ലോജിക്കൽ അഡ്രസ് ആൻഡ് ഫിസിക്കൽ അഡ്രസ് ചോദിച്ചു കഴിഞ്ഞാൽ അതെ വെറും 489 രൂപ. എന്ത്? അതെ, വെറും 489 രൂപയ്ക്കാണ് കേരളത്തിൽ എവിടെയും കൊടുക്കാത്ത പ്രൈസിൽ ബിടെക്കിന്റെ S2, S4, XS എല്ലാ സെമസ്റ്ററിന്റെ ക്ലാസുകൾ ബിടെക് ട്യൂട്ടർ നിങ്ങൾക്കായി തരാൻ പോകുന്നത്. ഈ ക്ലാസിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാ നിങ്ങൾക്ക് അറിയണ്ടേ? ഏറ്റവും മികച്ച ഫാക്കൽറ്റീസ് ഒരുക്കുന്ന ക്ലാസുകൾ, ഏറ്റവും കുറഞ്ഞ ടൈമിൽ ഏറ്റവും ഔട്ട്പുട്ട് കിട്ടുന്ന ക്ലാസ്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും അതിന്റെ സൊല്യൂഷൻസും, PDF നോട്ട്സ്, ഡൗട്ട് ക്ലിയറൻസ് എഞ്ചിൻ, അങ്ങനെ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് കിട്ടുന്നതാണ്. താല്പര്യമുള്ളവർ എത്രയും പെട്ടെന്ന് ബാച്ചിൽ ജോയിൻ ചെയ്യുക. പിന്നെ ഒരു ചെറിയ സർപ്രൈസുകളുണ്ട്. എന്താ സർപ്രൈസ് എന്ന് അറിയണ്ടേ? നിങ്ങൾക്ക് ലാബിന്റെ ക്ലാസുകളും കൂടാതെ ഇൻഡസ്ട്രി, ഇലക്ട്രിക് സബ്ജക്ട് അങ്ങനെ സെമസ്റ്ററിന്റെ മുഴുവൻ ക്ലാസുകളും വെറും 750 രൂപയ്ക്ക്. 750 രൂപയ്ക്ക് കേരളത്തിൽ എവിടെയും നിങ്ങൾക്ക് ഈ പറയുന്ന തിയറിയോ ലാബിന്റെയോ ക്ലാസ് കിട്ടുകയില്ല. അതെനിക്ക് ഉറപ്പാണ്. പുറത്ത് ഒരു സബ്ജക്റ്റിന് 1000, 2000 വാങ്ങിക്കുന്ന സമയത്താണ് നമ്മൾ ഒരു സെമസ്റ്റർ മുഴുവൻ വെറും 750 രൂപയ്ക്ക് നിങ്ങൾക്ക് തരുന്നത്. അപ്പൊ നിങ്ങൾ ഇപ്പൊ തന്നെ ജോയിൻ ചെയ്യില്ലേ ബിടെക് ട്യൂട്ടർ ഫോർ ബിടെക് സ്റ്റഡീസ്. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ് ഡിസ്കസ് സ്വാപ്പിംഗ് അല്ലെങ്കിൽ ഡിഫൈൻ സ്വാപ്പിംഗ് എന്നൊക്കെ പറഞ്ഞ് ചോദിക്കും. എന്താണ് സ്വാപ്പിംഗ്? സ്വാപ്പിംഗ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ മെമ്മറി മാനേജ്മെന്റ് ടെക്നിക് ആണ്. മെമ്മറി മാനേജ്മെന്റ് ടെക്നിക്സ് ഈ മൊഡ്യൂളിലെ ഇമ്പോർട്ടന്റ് പോർഷൻ ആണ്. അപ്പൊ അതിൽ ഒരു ടെക്നിക്കാണ് സ്വാപ്പിംഗ് എന്ന് പറയുന്നത്. നമ്മൾ അങ്ങോട്ടുള്ള ക്വസ്റ്റ്യൻസിൽ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് മെമ്മറി മാനേജ്മെന്റ് ടെക്നിക്സ് കാണും. അതിൽ ഒന്നാണ് ഇപ്പൊ സ്വാപ്പിംഗ്. നമുക്ക് ഡിസ്കസ് ചെയ്ത് പറയാം എന്താണെന്ന് നോക്കാം. അപ്പൊ ആദ്യത്തെ ഇമ്പോർട്ടന്റ് പോയിന്റ് എന്താണ്? ഇറ്റ് ഈസ് എ മെമ്മറി മാനേജ്മെന്റ് ടെക്നിക് എംപ്ലോയിഡ് ബൈ ദ ഓപ്പറേറ്റിംഗ് സിസ്റ്റം. രണ്ടാമത്തത് പ്രൈമറി ഗോൾ ഓഫ് ദ സ്വാപ്പിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടെമ്പററി ട്രാൻസ്ഫർ പ്രോസസ്. ഒരു പ്രോസസ്സിനെ ടെമ്പററി ട്രാൻസ്ഫർ ചെയ്യാൻ അല്ലെങ്കിൽ ഒരു പാർട്ട് ഓഫ് ദ പ്രോസസ്സിനെ ടെമ്പററി ട്രാൻസ്ഫർ ചെയ്യണം. എവിടെ നിന്ന് എവിടോട്ട്? മെയിൻ മെമ്മറി, അതായത് റാമിൽ നിന്ന് സെക്കൻഡറി മെമ്മറിയിലോട്ട് ടെമ്പററി ആയിട്ട് ഒരു പ്രോസസ്സിനെ അല്ലെങ്കിൽ ഒരു പാർട്ട് ഓഫ് ദ പ്രോസസ്സിനെ ട്രാൻസ്ഫർ ചെയ്യുന്ന പ്രോസസ്സിംഗിലാണ് നമ്മൾ സ്വാപ്പിംഗ് കൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നത്. Primary goal of swapping is to temporarily transfer a process or part of process from the main memory അതായത് RAM to a secondary storage device. Secondary storage device എന്ന് പറയുമ്പോൾ ഹാർഡ് ഡിസ്ക്. അടുത്ത swapping is utilized to free up space in RAM for other process that may need to be executed. അതായത് നമ്മുടെ റാമില് കുറച്ച് സ്ഥലം വേണം. ഇപ്പം റാമില് P0 എന്ന് പറയുന്ന പ്രോസസ് ഇരിക്കുകയാണ്. പക്ഷെ ആ പ്രോസസ് ഇപ്പൊ എക്സിക്യൂട്ട് ചെയ്യുന്നില്ല. അപ്പൊ
ഇതാണ് റാം, ഇതാണ് നമ്മുടെ സെക്കൻഡറി മെമ്മറി. അപ്പൊ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും, ഈ ഒരു P0യെ നമ്മൾ സെക്കൻഡറി മെമ്മറിയിലോട്ട് എന്ത് ചെയ്യും, ട്രാൻസ്ഫർ ചെയ്യും. എന്നിട്ട് P1 ഏത് പ്രോസസ് ആണോ എന്താണ് എക്സിക്യൂട്ട് ചെയ്യേണ്ടത് ആ പ്രോസസ് നമ്മൾ റാമിലോട്ട് ആക്കും. ഇതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. റാമിന്റെ സ്പേസിനെ എന്ത് ചെയ്യും, റാമിന്റെ സ്പേസിനെ ഫ്രീ അപ്പ് ചെയ്യും ഇൻ ഓർഡർ ടു പ്രോസസ് അതർ പ്രോസസ്സിനെ എക്സിക്യൂട്ട് ചെയ്യാനായിട്ട്. ഈ പ്രോസസ്സ് നമ്മൾ സ്വാപ്പ് ചെയ്യുമ്പം ഇറ്റ് ഈസ് മൂവ്ഡ് ഫ്രം മെയിൻ മെമ്മറി ടു ദ സെക്കൻഡറി സ്റ്റോറേജ്. ഇനി നമുക്ക് ഈ ഒരു പ്രോസസ്സ് P0 എന്ന പ്രോസസ്സിനെ പിന്നെയും എക്സിക്യൂട്ട് ചെയ്യണമെങ്കിൽ അതെന്ത് ചെയ്യും, ഇത് സ്വാപ്പ് ബാക്ക് ചെയ്യും. റാമിലോട്ട് P0 പിന്നെയും സ്വാപ്പ് ബാക്ക് ചെയ്യും, റിവേഴ്സ് ചെയ്ത് സെക്കൻഡറി മെമ്മറിയിലുള്ള P0യെ റാമിലോട്ട് നമ്മൾ എന്ത് ചെയ്യും, ട്രാൻസ്ഫർ ചെയ്യും. അങ്ങനെയും പറ്റും. Swapping facilitates the efficient use of main memory by temporarily transferring processes to secondary storage, allowing the operating system to manage the available resource and execute processes more efficiently. Swapping എന്ന് പറഞ്ഞാൽ ഏറ്റവും എളുപ്പം നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു പോർഷനാണ് സ്വാപ്പിംഗ്. വേറെ ഒന്നുമില്ല. സ്വാപ്പിങ്ങിന്റെ പ്രൈമറി ഗോൾ അതായത് നമ്മുടെ പ്രൈമറി മെമ്മറിയിൽ നിന്ന്, അതായത് റാമിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യും, മെയിൻ മെമ്മറിയിൽ നിന്ന് നമ്മുടെ സെക്കൻഡറി മെമ്മറിയിലോട്ട് പ്രോസസ്സിനെ ടെമ്പററി സ്വാപ്പ് ചെയ്യുന്നു അല്ലെങ്കിൽ ട്രാൻസ്ഫർ ചെയ്യുന്നു. അതാണ് നമ്മുടെ സ്വാപ്പിങ്ങിൽ നടക്കുന്നത്. ഇനി നമ്മുടെ സെക്കൻഡറി മെമ്മറിയിൽ ഇരിക്കുന്ന പ്രോസസ്സ് ഇപ്പൊ നമ്മൾ ട്രാൻസ്ഫർ ചെയ്തില്ലേ, ആ പ്രോസസ്സ് സെക്കൻഡറി മെമ്മറിയിൽ ഇരിക്കുകയാണ്. ആ പ്രോസസ്സിനെ തിരിച്ച് നമുക്ക് എക്സിക്യൂട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ റാമിന്റെ അകത്തോട്ട് നമുക്ക് അതിനെ മാറ്റാനായിട്ട് സാധിക്കും. ഇത്രയേ ഉള്ളൂ സ്വാപ്പിങ്ങിനെ പറ്റിയിട്ട് പറയാനുള്ളത്. ഈ 5 പോയിന്റ്സ് നമുക്ക് സ്വാപ്പിങ്ങിനെ പറ്റിയിട്ട് പറയാൻ നമുക്കൊരു 3/4 മാർക്കോളം കിട്ടും. ഒരു ഫുൾ മാർക്കിന്റെ 3/4 പകുതി മാർക്ക് നമുക്ക് ഇത് സ്കോർ ചെയ്യാനായിട്ട് പറ്റും. 4th ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ഫ്രാഗ്മെന്റേഷൻ? എന്താണ് ഫ്രാഗ്മെന്റേഷൻ എന്ന് നോക്കാം. Fragmentation refers to the presence of scattered or non-contiguous free space in memory or storage. Fragmentation എന്ന് പറയുന്നത് സ്കാറ്റേർഡ് ആയിട്ടുള്ള, സ്കാറ്റേർഡ് എന്ന് പറഞ്ഞാൽ എന്താണ്, ചിതറി കിടക്കുന്നത്, അല്ലെങ്കിൽ നോൺ കണ്ടിഗ്യുവസ് എന്ന് പറഞ്ഞാൽ കണ്ടിന്യൂസ് അല്ലാത്തത്, അതാണ് നോൺ കണ്ടിഗ്യുവസ് ആയിട്ടുള്ള ഫ്രീ സ്പേസ് മെമ്മറിയിലോ സ്റ്റോറേജിലോ കിടപ്പുണ്ടെങ്കിൽ ആ ഒരു പ്രസൻസിനെയാണ് നമ്മൾ ഫ്രാഗ്മെന്റേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഫ്രാഗ്മെന്റേഷൻ ഇസ് ദ പ്രസൻസ് ഓഫ് എന്താണ്, scattered or non-contiguous free space in memory or storage. It can occur in both the main memory and the secondary storage. അതിന് മെയിൻ മെമ്മറിയിലും സംഭവിക്കാം, സെക്കൻഡറി സ്റ്റോറേജിലും സംഭവിക്കാം. 2 types of fragmentation ഉണ്ട്. Internal fragmentation and external fragmentation. Internal fragmentation and external fragmentation. Internal fragmentation എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ when the allocated memory block for a process is larger than the actual size of the data it contains, resulting in unused or wasted space within the block. നമുക്ക് ഇതിന് എക്സാമ്പിൾ കൊണ്ട് നോക്കാം. എന്റെ കയ്യിൽ ഇത്രയും വലിയൊരു ഏരിയ ഉണ്ട്, അങ്ങനെയാണെങ്കിൽ എനിക്ക് ഒരു കുഞ്ഞു ബുക്ക്, ഇത്രയും സൈസുള്ള ഒരു ബുക്ക് നമുക്ക് ഈ ഒരു ബുക്ക് ഷെൽഫിലോട്ട്, ഇതൊരു 1 ബുക്ക് വെക്കാനുള്ള ഒരു ബുക്ക് ഷെൽഫാണെന്ന് കൺസിഡർ ചെയ്യാം. നമ്മുടെ കയ്യിൽ ഇത്രയും സൈസുള്ള ഒരു ബുക്ക് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ഇതിനെ നമുക്ക് ഇതിലോട്ട് വെക്കാം, നമ്മൾ അതിനെ വെച്ച് കഴിഞ്ഞു. പക്ഷെ ബാക്കി ഇവിടെ കുറെ സ്പേസ് എന്താണ് ഫ്രീ ആയിട്ട് കിടപ്പുണ്ട്. കണ്ടോ, ഇങ്ങനെ വേസ്റ്റ് ആയി പോകുന്നുണ്ട്. ഇങ്ങനെ ഒരു വേസ്റ്റ് ആയിട്ട് ഇത് എന്താണ്, അവിടെ ഇത്രയും ഒരു കുഞ്ഞു ബുക്കിന് ഇത്രയും സ്ഥലം മതി, പക്ഷെ ബാക്കി സ്ഥലത്ത് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല, അവിടെ ഫ്രീ ആയിട്ട് കിടക്കുകയാണ്. അതാണ് ഇന്റേണൽ ഫ്രാഗ്മെന്റേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അലോക്കേറ്റഡ് മെമ്മറി ബ്ലോക്ക് എന്ന് പറയുന്നത് കണ്ടോ, അലോക്കേറ്റഡ് തന്നേക്കുന്ന ബുക്ക് ഷെൽഫ് ഏരിയ എന്ന് പറയുന്നത് വളരെ വലുതാണ്. ബുക്കിന്റെ സൈസ് അനുസരിച്ച് നോക്കുമ്പോൾ വളരെ വലുതാണ്. അലോക്കേറ്റഡ് ആയിട്ടുള്ള മെമ്മറി ബ്ലോക്ക് ഫോർ എ പ്രോസസ്, ഒരു പ്രോസസ്സിന് വേണ്ടിയിട്ട് ആവശ്യമുള്ള അലോക്കേറ്റ് ചെയ്തേക്കുന്ന മെമ്മറി ബ്ലോക്ക് ഈസ് ലാർജർ ദാൻ ദ ആക്ച്വൽ സൈസ് ഓഫ് ദ ഡേറ്റ. ഡേറ്റയ്ക്ക് വേണ്ട ആക്ച്വൽ സൈസിനെ കാട്ടിലും വളരെ വലുതാണ്. അതാണ് നമുക്ക് എന്താ ഇവിടെ നമുക്ക് എന്താ ഇവിടെ വേസ്റ്റേജ് ഓഫ് സ്പേസിന് കാരണമാകുന്നു. അതാണ് ഇവിടെ പറയുന്നത് റിസൾട്ടിങ് ഇൻ ദ അൺയൂസ്ഡ് ഓർ വേസ്റ്റഡ് സ്പേസ് വിത്തിൻ ദ ബ്ലോക്ക്. ബ്ലോക്കിന്റെ അകത്ത് തന്നെ വേസ്റ്റേജ് സംഭവിക്കുന്നു. അതിനെയാണ് ഇന്റേണൽ ഫ്രാഗ്മെന്റേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്.
അടുത്ത് എക്സ്റ്റേണൽ ഫ്രാഗ്മെന്റേഷൻ എന്താന്ന് വെച്ചാല് നമുക്ക് ഒരു പ്രോസസ് ഉണ്ട്. എനിക്ക് ഇപ്പം 60 MB നമുക്ക് സ്റ്റോർ ചെയ്യണം. 60 MB സ്റ്റോർ ചെയ്യണമെങ്കിൽ എന്റെ അടുത്ത് 10, 20, 5 ഇങ്ങനെ കുറച്ച് ഏരിയ ഉണ്ട്. എനിക്ക് 60 MB സ്റ്റോർ ചെയ്യണം. അങ്ങനെയാണെങ്കിൽ ഇവിടെ നമുക്ക് 10 വെക്കാം, ഇവിടെ നമുക്ക് 20 വെക്കാം, ഇവിടെ നമുക്ക് 5 വെക്കാം. അങ്ങനെ വെച്ചാൽ പോലും അതൊരു കണ്ടിന്യൂസ് അല്ല. കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് അലോക്കേറ്റ് ചെയ്യാൻ പറ്റില്ല. സ്കാറ്റേർഡ് ആയിട്ട് കിടക്കുകയാണ്. നമുക്ക് സ്ഥലം ഉണ്ടെങ്കിൽ പോലും നമുക്ക് 60 MBയും ഒറ്റ അടിക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, അലോക്കേറ്റ് ചെയ്യാൻ പറ്റില്ല. ആ ഒരു കണ്ടീഷനാണ് എക്സ്റ്റേണൽ ഫ്രാഗ്മെന്റേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. External fragmentation occurs when free memory space is scattered. Free memory space ഉണ്ട്, പക്ഷെ അത് സ്കാറ്റർ ചെയ്ത് കിടക്കുകയാണ്. Free memory space is scattered throughout the system in non-contiguous blocks, making it challenging to allocate large contiguous block of memory. അത് എന്താണ്, ഒരു ചലഞ്ച് ആണ്. ലാർജ് അല്ലെങ്കിൽ ഒരു കണ്ടിന്യൂസ് മെമ്മറിനെ അലോക്കേറ്റ് ചെയ്യാനായിട്ട് അതൊരു ചലഞ്ച് ആണ്. പറ്റില്ല, സ്കാറ്റേർഡ് ആയിട്ട് കിടക്കല്ലേ. ഇത്രയാണ് നമുക്ക് ഫ്രാഗ്മെന്റേഷനിൽ പഠിക്കാനുള്ളത്. അതെ, വെറും 489 രൂപ. എന്ത്? അതെ, വെറും 489 രൂപയ്ക്കാണ് കേരളത്തിൽ എവിടെയും കൊടുക്കാത്ത പ്രൈസിൽ ബിടെക്കിന്റെ S2, S4, XS എല്ലാ സെമസ്റ്ററിന്റെ ക്ലാസുകൾ ബിടെക് ട്യൂട്ടർ നിങ്ങൾക്കായി തരാൻ പോകുന്നത്. ഈ ക്ലാസിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് നിങ്ങൾക്ക് അറിയണ്ടേ? ഏറ്റവും മികച്ച ഫാക്കൽറ്റീസ് ഒരുക്കുന്ന ക്ലാസുകൾ, ഏറ്റവും കുറഞ്ഞ ടൈമിൽ ഏറ്റവും ഔട്ട്പുട്ട് കിട്ടുന്ന ക്ലാസുകൾ, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും അതിന്റെ സൊല്യൂഷൻസും, PDF നോട്ട്സ്, ഡൗട്ട് ക്ലിയറൻസ് എഞ്ചിൻ, അങ്ങനെ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് കിട്ടുന്നതാണ്. താല്പര്യമുള്ളവർ എത്രയും പെട്ടെന്ന് ബാച്ചിൽ ജോയിൻ ചെയ്യുക. പിന്നെ ഒരു ചെറിയ സർപ്രൈസുകളുണ്ട്. എന്താ സർപ്രൈസ് എന്നറിയണ്ടേ? നിങ്ങൾക്ക് ലാബിന്റെ ക്ലാസുകളും കൂടാതെ ഇൻഡസ്ട്രി, ഇലക്ട്രിക് സബ്ജക്ട് അങ്ങനെ സെമസ്റ്ററിന്റെ മുഴുവൻ ക്ലാസുകളും വെറും 750 രൂപയ്ക്ക്. 750 രൂപയ്ക്ക് കേരളത്തിൽ എവിടെയും നിങ്ങൾക്ക് ഈ പറയുന്ന തിയറിയോ ലാബിന്റോ ക്ലാസ് കിട്ടുകയില്ല, അതെനിക്ക് ഉറപ്പാണ്. പുറത്ത് ഒരു സബ്ജക്റ്റിന് 1000, 2000 വാങ്ങിക്കുന്ന സമയത്താണ് നമ്മൾ ഒരു സെമസ്റ്റർ മുഴുവൻ വെറും 750 രൂപയ്ക്ക് നിങ്ങൾക്ക് തരുന്നത്. അപ്പൊ നിങ്ങൾ ഇപ്പൊ തന്നെ ജോയിൻ ചെയ്യില്ലേ ബിടെക് ട്യൂട്ടർ ഫോർ ബിടെക് സ്റ്റഡീസ്. Fifth question, differentiate between external and internal fragmentation. External, internal. നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. അതൊന്ന് ബോക്സിലാക്കി, ടേബിളിലാക്കി പറയുന്നതേ ഉള്ളൂ. ഓരോ പോയിന്റിൽ നിന്ന് നമുക്ക് ഓരോ കുഞ്ഞു കുഞ്ഞു പോയിന്റ്സ് ആക്കി ഒരു 5 റോ വരുന്ന 5 പോയിന്റ്സ് ആക്കി നമുക്ക് ഇതിൽ നിന്ന് നമുക്ക് എഴുതാൻ പറ്റും. അതാണ് ഞാനിത് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് പിന്നെയും വരുന്നത്. Sixth question, define virtual memory. Virtual memory എന്താണെന്ന് നോക്കാം. Virtual memory is a memory management technique used by operating system to extend the usable memory space beyond the physical RAM installed on a computer. Virtual memory എന്ന് പറയുന്നത് മെമ്മറി മാനേജ്മെന്റ് ടെക്നിക് ആണ്. നമ്മൾ ഫസ്റ്റ് സ്വാപ്പിംഗ് നോക്കി മെമ്മറി മാനേജ്മെന്റ് ടെക്നിക് ആണ്. അപ്പൊ ഇത് അടുത്ത മെമ്മറി മാനേജ്മെന്റ് ടെക്നിക് ആണ് വെർച്വൽ മെമ്മറി. ഒരു യൂസബിൾ മെമ്മറി സ്പേസ് എക്സ്റ്റെൻഡ് ചെയ്ത് കിട്ടും. നമ്മളുടെ അടുത്ത് ഒരു ഫിസിക്കൽ മെമ്മറി ഉണ്ട്, ഫിസിക്കൽ റാം ഉണ്ട്. ഫിസിക്കൽ റാം നമ്മുടെ കമ്പ്യൂട്ടറിൽ ഫിസിക്കൽ റാം ഉണ്ട്. ഈ ഒരു ഫിസിക്കൽ റാമിനെ എക്സ്റ്റെൻഡ് ചെയ്തിട്ട് ഒരു അധികം മെമ്മറി സ്പേസ് കൂടെ ഉണ്ട്. ഈ ഒരു മെമ്മറി സ്പേസിനെയാണ് വെർച്വൽ മെമ്മറി എന്ന് പറയുന്നത്. നമ്മൾക്ക് ഒരു ഫിസിക്കൽ റാം ഉണ്ട്, കമ്പ്യൂട്ടറിൽ തന്നെ ഉണ്ട്. അതിനെ എക്സ്റ്റെൻഡ് ചെയ്തിട്ടുള്ള ഒരു യൂസബിൾ മെമ്മറി സ്പേസിനെയാണ് വെർച്വൽ മെമ്മറി എന്ന് പറയുന്നത്. ഓരോ പ്രോഗ്രാം വെർച്വൽ അഡ്രസ് സ്പേസ്, ഈച്ച് പ്രോഗ്രാം ഈസ് ഗീവൺ. ഓരോ പ്രോഗ്രാമിനും ഒരു വെർച്വൽ അഡ്രസ് സ്പേസ് തന്നിട്ടുണ്ട്. ക്രിയേറ്റിംഗ് ആൻ ഇല്യൂഷൻ ഓഫ് എ ലാർജർ ആൻഡ് കണ്ടിന്യൂസ് മെമ്മറി ഏരിയ. Virtual addresses are translated to physical address. Virtual address physical address ആയിട്ട് ട്രാൻസ്ലേറ്റ് ചെയ്യുന്നത് മെമ്മറി മാനേജ്മെന്റ് യൂണിറ്റ് ആണ് in the computer's hardware. Only the actively used part of the program are loaded into the physical memory. എപ്പോഴും ആക്റ്റീവായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന പ്രോഗ്രാമിനെ ആയിരിക്കും നമ്മൾ ഇവിടെ ഫിസിക്കൽ മെമ്മറിയിലോട്ട് ലോഡ് ചെയ്യുന്നത്. when a program accesses data not in RAM, റാമിൽ ഇല്ലാത്ത ഒരു ഡേറ്റയെ നമ്മുടെ പ്രോഗ്രാം ആക്സസ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഒരു പേജ് ഫോൾട്ട് ഉണ്ടാകും. പേജ് ഫോൾട്ട് എന്താണെന്ന് നമുക്ക് നോക്കാം. ഇനി വരുന്ന സ്ലൈഡിൽ നമുക്ക് കാര്യമായിട്ട് നോക്കാം. അപ്പം പേജ് ഫോൾട്ട് ഉണ്ടാകും. ആൻഡ് ദ റിക്വയർഡ് പേജസ് ഫെച്ച്ഡ് ഫ്രം സെക്കൻഡറി സ്റ്റോറേജ്. അങ്ങനെ വരുമ്പോൾ നമ്മളുടെ റിക്വയർഡ് പേജ് സെക്കൻഡറി സ്റ്റോറേജിൽ നിന്ന് ഫെച്ച് ചെയ്തെടുക്കുന്നു. വെർച്വൽ മെമ്മറി റിലൈസ് ഓൺ പേജിംഗ് സിസ്റ്റത്തിനെ ബേസ് ചെയ്തിട്ടാണ് ഡേറ്റയെ ഫിക്സഡ് സൈസ് പേജസ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് വെർച്വൽ മെമ്മറി.
റിലേ ചെയ്യുന്നത്. അതുപോലെ തന്നെ ഈ ഒരു പേജസിന് നമുക്ക് റാമിനും സെക്കൻഡറി സ്റ്റോറേജിലും സ്വാപ്പ് ചെയ്യാൻ പറ്റും. ആവശ്യം അനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സ്വാപ്പ് ചെയ്യാൻ പറ്റും. വെർച്വൽ മെമ്മറിയിലെ ഡേറ്റയെ നമ്മൾ ഫിക്സഡ് സൈസ് ബ്ലോക്ക് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നു, ഫിക്സഡ് സൈസ് പേജസ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നു. ഈ പേജസിനെ നമുക്ക് സ്വാപ്പ് ചെയ്യാനും പറ്റും. ഇത്രയാണ് വെർച്വൽ മെമ്മറിയെ പറ്റി പറയാനുള്ളത്. ഇത്രയും ഒരു 5 പോയിന്റ്സ് ഉണ്ട്. അത് നമുക്ക് പറഞ്ഞാൽ നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് പറ്റും ഈ ഒരു ഏരിയയിൽ നിന്ന്. ക്വസ്റ്റ്യൻ നമ്പർ 7, വാട്ട് ഈസ് TLB? എന്താണ് TLB? TLB എന്ന് പറഞ്ഞാൽ ട്രാൻസ്ലേഷൻ ലുക്ക് അസൈഡ് ബഫർ is a hardware cache used in computer system to improve the efficiency of virtual address translation. Virtual address translation യൂട്ടിലൈസേഷനിൽ എഫിഷ്യൻസി ഇംപ്രൂവ് ചെയ്യാനായിട്ട് കമ്പ്യൂട്ടർ സിസ്റ്റം യൂസ് ചെയ്യുന്ന ഒരു ഹാർഡ്വെയർ കാഷെ ആണ് നമ്മുടെ ട്രാൻസ്ലേഷൻ ലുക്ക് അസൈഡ് ബഫർ അല്ലെങ്കിൽ TLB എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് എ പാർട്ട് ഓഫ് മെമ്മറി മാനേജ്മെന്റ് യൂണിറ്റ് ആണ്. അതുപോലെ തന്നെ അത് ക്രൂഷ്യൽ റോള് പ്ലേ ചെയ്യുന്നു. എന്തിനു വേണ്ടിയിട്ട്? വെർച്വൽ അഡ്രസ്സിനെ ഫിസിക്കൽ അഡ്രസ് ആയിട്ട് കൺവേർട്ട് ചെയ്യാനായിട്ട് ഇത് ഒരു ക്രൂഷ്യൽ റോളാണ് പ്ലേ ചെയ്യുന്നത്. മെയിൻ പർപ്പസ് ഈസ് ടു ആക്സിലറേറ്റ് ദ ട്രാൻസ്ലേഷൻ ഓഫ് വെർച്വൽ അഡ്രസ്സസ് ടു ഫിസിക്കൽ അഡ്രസ്. ഒരു ആക്സിലറേറ്റ് ചെയ്യാനായിട്ട്, ഒന്ന് സ്പീഡ് അപ്പ് ചെയ്യാനായിട്ട്. എന്തിനെ? വെർച്വൽ അഡ്രസ്സിനെ ഫിസിക്കൽ അഡ്രസ് ആയിട്ട് ട്രാൻസ്ലേറ്റ് ചെയ്യാനായിട്ട് ആക്സിലറേറ്റ് ചെയ്യുന്ന അതിനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ആളാണ് TLB അല്ലെങ്കിൽ ട്രാൻസ്ലേഷൻ ലുക്ക് അസൈഡ് ബഫർ. When a program accesses data using virtual address, the TLB stores recently used translation, so it does not need to perform a time-consuming lookup in the page table every time. ഒരു പ്രോഗ്രാമിന് ഡേറ്റ ആക്സസ് ചെയ്യണം, വെർച്വൽ അഡ്രസ് വഴി ഒരു പ്രോഗ്രാമിന് ഡേറ്റ ആക്സസ് ചെയ്യണം. അങ്ങനെയാണെങ്കിൽ TLB എന്ത് ചെയ്യും? റീസെന്റ് സ്റ്റോർഡ് ട്രാൻസ്ലേഷന് ചെക്ക് ചെയ്യും. റീസെന്റ് എന്തൊക്കെ ട്രാൻസ്ലേഷൻസ് നടത്തിയിട്ടുണ്ടോ അതിനെ ചെക്ക് ചെയ്യും. അപ്പൊ അല്ലെങ്കിൽ അതെന്ത് ചെയ്യും? എവറി ടൈം പേജ് ടേബിളിനെ റെഫർ ചെയ്തുകൊണ്ടിരിക്കും. പേജ് ടേബിളിനെ നോക്കിക്കൊണ്ടിരിക്കും. പേജ് ടേബിളിനെ ചെന്ന് റെഫർ ചെയ്തുകൊണ്ടിരിക്കും. അതിന് പകരം നമ്മൾ റീസെന്റ് യൂസ്ഡ് ട്രാൻസ്ലേഷൻസിനെ നോക്കിക്കഴിഞ്ഞാൽ അത് നമുക്ക് ടൈമിനെ സേവ് ചെയ്യാൻ പറ്റും. അതാണ് ഇവിടെ പറഞ്ഞേക്കുന്നത് ഈ പോയിന്റ്. The TLB serves as a high-speed cache for virtual to physical address translation, reducing the latency associated with memory access and improving the overall performance of the system. TLB എന്തുകൊണ്ടും ഒരു വെർച്വൽ അഡ്രസ്സിനെ ഫിസിക്കൽ അഡ്രസ് ആയിട്ട് കൺവേർട്ട് ചെയ്യാനായിട്ട് ഏറ്റവും പെട്ടെന്ന് ഹൈ എഫിഷ്യൻസി പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ഹാർഡ്വെയർ കാഷെ ആണ് നമ്മുടെ TLB എന്ന് പറയുന്നത്. ഇത് നമുക്ക് എസ്എ ക്വസ്റ്റ്യൻസിൽ ഇൻവോൾവ് ആവാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ഇത്. അത് പഠിക്കണം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ഡിമാൻഡ് പേജിംഗ്? ഡിമാൻഡ് പേജിംഗ് എന്താണ്? നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്തായിരുന്നു? വാട്ട് ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ ഡിമാൻഡ് ഫെച്ച് ആൻഡ് ആന്റിസിപ്പേറ്ററി ഫെച്ച്? അതൊന്നുകൂടെ നിങ്ങളൊന്ന് പോയി റീകോൾ ചെയ്ത് നോക്കൂ. പഠിച്ചതല്ലേ, അതൊന്നുകൂടെ പോയി റീകോൾ ചെയ്ത് നോക്കൂ. എന്നിട്ട് നമുക്ക് ഈ ക്വസ്റ്റ്യനിലോട്ട് നോക്കാം. വാട്ട് ഈസ് ഡിമാൻഡ് പേജിംഗ് അല്ലെങ്കിൽ എക്സ്പ്ലെയിൻ ഡിമാൻഡ് പേജിംഗ് എന്ന് പറഞ്ഞ ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ എന്തായിരുന്നു വെച്ചാൽ ഇതും ഒരു മെമ്മറി മാനേജ്മെന്റ് സ്കീമാണ്. അപ്പൊ നമ്മളിപ്പോ എത്ര മെമ്മറി മാനേജ്മെന്റ് ടെക്നിക്സ് പഠിച്ചു? സ്വാപ്പിംഗ് പഠിച്ചു, വെർച്വൽ മെമ്മറി പഠിച്ചു, ഇപ്പം ഡിമാൻഡ് പേജിംഗ് പഠിക്കാൻ പോകുന്നു. ഇപ്പൊ 3 എണ്ണമായി. അപ്പം എത്രത്തോളം ഇമ്പോർട്ടന്റ് ആണ് മെമ്മറി മാനേജ്മെന്റ് ടെക്നിക്സ് എന്ന് നിങ്ങൾ ഓർക്കണം. അപ്പൊ നമുക്ക് ഒരു ക്വസ്റ്റ്യൻ വരുന്നു, എക്സ്പ്ലെയിൻ ദ മെമ്മറി മാനേജ്മെന്റ് ടെക്നിക്സ് അല്ലെങ്കിൽ എക്സ്പ്ലെയിൻ 5 or 3 മെമ്മറി മാനേജ്മെന്റ് ടെക്നിക്സ് എന്ന് പറഞ്ഞാൽ ഈ ഒരു വീഡിയോ കണ്ടാൽ തന്നെ നമുക്ക് 3 എണ്ണം വളരെ ഈസി ആയിട്ട് എഴുതാനായിട്ട് സാധിക്കും അല്ലെ? അപ്പൊ നമുക്ക് നോക്കാം. ഡിമാൻഡ് പേജിംഗ് ഈസ് എ മെമ്മറി മാനേജ്മെന്റ് സ്കീം യൂസ്ഡ് ഇൻ ഓപ്പറേറ്റിംഗ് സിസ്റ്റം where pages of the program are only loaded in the main memory when they are specifically requested by the program during its execution. പ്രോഗ്രാം എക്സിക്യൂഷൻ സമയത്ത് എന്താണ്? പ്രോഗ്രാം എക്സിക്യൂഷൻ സമയത്ത് സ്പെസിഫിക്കലി റിക്വസ്റ്റ് ഫോർ ദാറ്റ് പെർട്ടിക്കുലർ എന്താണ് ആ ഒരു പേജിന് വേണ്ടിയിട്ട് ഈ എക്സിക്യൂഷൻ സമയത്ത് ഡിമാൻഡ് ചെയ്യുമ്പോൾ അവിടെ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു മെക്കാനിസം ആണ് ഡിമാൻഡ് പേജിംഗ് എന്ന് പറയുന്നത്. പേജസ് ഓഫ് ദ പ്രോഗ്രാമിന്റെ പേജസ് എപ്പോ മാത്രമേ ലോഡ് ആകൂ മെയിൻ മെമ്മറിയിലോട്ട്?
ഒരു സ്പെസിഫിക് റിക്വസ്റ്റ് പ്രോഗ്രാമിലോട്ട് കൊടുക്കും. എക്സിക്യൂഷൻ സമയത്ത് പ്രോഗ്രാമിലോട്ട് കൊടുക്കുമ്പോൾ മാത്രം നമുക്ക് ആ ഒരു പ്രോഗ്രാം പേജ് തിരിച്ച് ഔട്ട്പുട്ട് ആയിട്ട് കിട്ടുന്ന ആ ഒരു മെക്കാനിസത്തിനെയാണ് ഡിമാൻഡ് പേജിംഗ് എന്ന് പറയുന്നത്. This is in contrast to preloading the entire program into memory before execution. Execution before അല്ലെങ്കിൽ എക്സിക്യൂഷന് മുമ്പ് എല്ലാ കാര്യങ്ങളും എന്താണ് ലോഡ് ചെയ്യുന്നതിന് പകരം ലോഡ് ചെയ്യുന്നതിന്റെ കോൺട്രാസ്റ്റ് ആണ്. അതെന്താണ് നമ്മൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആന്റിസിപ്പേറ്ററി ഫെച്ചിനെയാണ് ഇങ്ങനെ ലോഡ് ചെയ്യുന്നതെന്നൊക്കെ പറഞ്ഞത്. അപ്പൊ അതിനൊരു കോൺട്രാസ്റ്റ് ആയിട്ടുള്ള കാര്യമാണ് ഈ ഡിമാൻഡ് പേജിംഗ് എന്ന് പറയുന്നത്. Demand paging helps in optimizing memory usable by loading only the necessary portion of the program into RAM, reducing the initial loading time and conserving memory resources. Demand paging എന്തിനു വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും? മെമ്മറി സ്റ്റോറേജ്. ഡിമാൻഡ് പേജിംഗ് ഹെൽപ്സ് ഇൻ ഒപ്റ്റിമൈസിങ് മെമ്മറി യൂസേജിനെ ഒപ്റ്റിമൈസ് ചെയ്യും. കാര്യം ആവശ്യമുള്ള കാര്യം മാത്രം മെമ്മറിയിൽ ഇപ്പം മതി, അനാവശ്യമായിട്ടുള്ള ഒരു കാര്യവും വേണ്ട. അപ്പം അവിടെ എന്താണ് മെമ്മറിയിൽ സ്പേസ് ഉണ്ടാക്കി തന്നെയാണ് ചെയ്യുന്നത്. അതാണ് ഇതിന്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. ഡിമാൻഡ് പേജിംഗ് എന്ന് പറയുമ്പോൾ ഈ 3 കാര്യങ്ങൾ നമുക്ക് എഴുതാനായിട്ട് സാധിക്കും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എക്സ്പ്ലെയിൻ സെഗ്മെന്റേഷൻ. എന്താണ് സെഗ്മെന്റേഷൻ എന്ന് നോക്കാം. സെഗ്മെന്റേഷൻ ഈസ് എ മെമ്മറി മാനേജ്മെന്റ് ടെക്നിക്ക്. ഇതും ഒരു മെമ്മറി മാനേജ്മെന്റ് ടെക്നിക്കാണ്. ഇപ്പൊ നമ്മൾ എത്ര മെമ്മറി മാനേജ്മെന്റ് ടെക്നിക്ക് പഠിച്ചു? സ്വാപ്പിംഗ്, വെർച്വൽ മെമ്മറി, ഡിമാൻഡ് പേജിംഗ്. ഇപ്പം സെഗ്മെന്റേഷൻ. ഇപ്പൊ 4 മെമ്മറി മാനേജ്മെന്റ് ടെക്നിക്കുകൾ പഠിച്ചു. ഓരോ പ്രാവശ്യം ഞാനിങ്ങനെ റിപ്പീറ്റ് ചെയ്യുന്നത് നിങ്ങൾ ഓരോ കാര്യവും ഇങ്ങനെ മെമ്മറിയിൽ കയറ്റിക്കൊണ്ടിരിക്കണം. അപ്പം സെഗ്മെന്റേഷൻ എന്ന് പറയുന്നത് കമ്പ്യൂട്ടർ ഓപ്പറേറ്റിംഗ് സിസ്റ്റം യൂസ് ചെയ്യുന്ന ഒരു മെമ്മറി മാനേജ്മെന്റ് ടെക്നിക്കാണ്. അവിടെ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാല് നമ്മളുടെ ഒരു പ്രോഗ്രാമിനെ സെഗ്മെന്റ്സ് ആയിട്ടോ അല്ലെങ്കിൽ ലോജിക്കൽ യൂണിറ്റ്സ് ആയിട്ട് based on the program structure and functionality. പ്രോഗ്രാമിന്റെ സ്ട്രക്ചറും ഫങ്ഷണാലിറ്റിയും ബേസ് ചെയ്തിട്ട് പ്രോഗ്രാംസിനെ സെഗ്മെന്റ് ആയിട്ടും ലോജിക്കൽ യൂണിറ്റ്സ് ആയിട്ടും ഡിവൈഡ് ചെയ്യുന്ന ഒരു പ്രോസസ്സിനെയാണ് സെഗ്മെന്റേഷൻ എന്ന് പറയുന്നത്. ഓരോ സെഗ്മെന്റ്സും ഒരു സ്പെസിഫിക് ടൈപ്പ് ഓഫ് ഡേറ്റ ഓർ കോഡിനെ എന്താണ് അവരെ കറസ്പോണ്ട് ചെയ്തിരിക്കും. ഈ ഓരോ സെഗ്മെന്റ്സും ഇൻഡിപെൻഡന്റ് ആയിട്ടായിരിക്കും പ്രോഗ്രാമിൽ എക്സിക്യൂട്ട് ചെയ്യുന്നത്. എക്സിക്യൂഷൻ സമയത്ത് ഓരോ സെഗ്മെന്റ്സും ഇൻഡിപെൻഡന്റ് ആയിട്ടായിരിക്കും എക്സിക്യൂട്ട് ചെയ്യുന്നത്. സെഗ്മെന്റേഷൻ പ്രൊവൈഡ്സ് എ ഫ്ലെക്സിബിൾ ആൻഡ് മോഡുലർ അപ്രോച്ച് ടു മെമ്മറി ഓർഗനൈസേഷൻ, allowing for the logical division of a program into meaningful parts. ഇവര് ഫ്ലെക്സിബിളും മോഡുലറും ആയിട്ടുള്ള ഒരു അപ്രോച്ച് പ്രൊവൈഡ് ചെയ്യുന്നു. അതോടൊപ്പം തന്നെ ഇവർ എന്ത് ചെയ്യുന്നു? ലോജിക്കൽ ഡിവിഷൻ ഓഫ് ദ പ്രോഗ്രാം into meaningful parts. ഇങ്ങനെ നമ്മൾ സെഗ്മെന്റ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് അവിടെ എന്ത് ചെയ്യുന്നു? മീനിങ്ഫുൾ പാർട്സ് ആക്കിയാണ് നമ്മൾ ഡിവൈഡ് ചെയ്യുന്നത്. അത് അവിടെ ഒരു ലോജിക്കൽ മീനിങ് തന്നെ തരുന്നു. അത് സെഗ്മെന്റേഷന്റെ ഒരു അഡ്വാൻറ്റേജ് ആണ്. അതുകൊണ്ടാണ് സെഗ്മെന്റേഷൻ ഇസ് ദ ഡിവൈഡിങ് എ പ്രോഗ്രാം ഇൻടു സെഗ്മെന്റ്സ് ഓർ ലോജിക്കൽ യൂണിറ്റ്സ്. ഇതൊരു മെമ്മറി മാനേജ്മെന്റ് ടെക്നിക്ക് കൂടെയാണ്. ഈ ക്വസ്റ്റ്യൻ ഇമ്പോർട്ടന്റ് ആണ്. അതെ, വെറും 489 രൂപ. എന്ത്? അതെ, വെറും 489 രൂപയ്ക്കാണ് കേരളത്തിൽ എവിടെയും കൊടുക്കാത്ത പ്രൈസിൽ ബിടെക്കിന്റെ S2, S4, XS എല്ലാ സെമസ്റ്ററിന്റെ ക്ലാസുകൾ ബിടെക് ട്യൂട്ടർ നിങ്ങൾക്കായി തരാൻ പോകുന്നത്. ഈ ക്ലാസിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് നിങ്ങൾക്ക് അറിയണ്ടേ? ഏറ്റവും മികച്ച ഫാക്കൽറ്റീസ് ഒരുക്കുന്ന ക്ലാസുകൾ, ഏറ്റവും കുറഞ്ഞ ടൈമിൽ ഏറ്റവും ഔട്ട്പുട്ട് കിട്ടുന്ന ക്ലാസുകൾ, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും അതിന്റെ സൊല്യൂഷൻസും, PDF നോട്ട്സ്, ഡൗട്ട് ക്ലിയറൻസ് എഞ്ചിൻ, അങ്ങനെ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് കിട്ടുന്നതാണ്. താല്പര്യമുള്ളവർ എത്രയും പെട്ടെന്ന് ബാച്ചിൽ ജോയിൻ ചെയ്യുക. പിന്നെ ഒരു ചെറിയ സർപ്രൈസുകളുണ്ട്. എന്താ സർപ്രൈസ് എന്ന് അറിയണ്ടേ? നിങ്ങൾക്ക് ലാബിന്റെ ക്ലാസുകളും കൂടാതെ ഇൻഡസ്ട്രി, ഇലക്ട്രിക് സബ്ജക്ട് അങ്ങനെ സെമസ്റ്ററിന്റെ മുഴുവൻ ക്ലാസുകളും വെറും 750 രൂപയ്ക്ക്. 750 രൂപയ്ക്ക് കേരളത്തിൽ എവിടെയും നിങ്ങൾക്ക് ഈ പറയുന്ന തിയറിയോ ലാബിന്റെയോ ക്ലാസ് കിട്ടുകയില്ല, അതെനിക്ക് ഉറപ്പാണ്. പുറത്ത് ഒരു സബ്ജക്റ്റിന് 1000, 2000 വാങ്ങിക്കുന്ന സമയത്താണ് നമ്മൾ ഒരു സെമസ്റ്റർ മുഴുവൻ വെറും 750 രൂപയ്ക്ക് നിങ്ങൾക്ക് തരുന്നത്. അപ്പൊ നിങ്ങൾ ഇപ്പൊ തന്നെ ജോയിൻ ചെയ്യില്ലേ? ബിടെക് ട്യൂട്ടർ ഫോർ ബിടെക് സ്റ്റഡീസ്. 10th question, discuss the various replacement algorithm, page replacement algorithms ഡിസ്കസ് ചെയ്യാം. നമ്മളിവിടെ 3 ഇമ്പോർട്ടന്റ് പേജ് റീപ്ലേസ്മെന്റ് അൽഗോരിതംസ് ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഈ 3 പേജ് റീപ്ലേസ്മെന്റ് അൽഗോരിതംസും എക്സാമിന് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇത് എന്താണ് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കും, നമുക്ക് ചെയ്യാനായിട്ട് ചോദിക്കും. നമുക്ക് എന്താ ഇതൊക്കെ തന്നിരിക്കും. നമ്മുടെ പേജ് നമ്പേഴ്സും പേജ് നമ്പർ തന്നിരിക്കും, എത്ര നമ്പർ ഓഫ് ഫ്രാഗ്മെന്റ്സ് തന്നിരിക്കും, ചിലപ്പോൾ ഫ്രാഗ്മെന്റ്സ് തന്നില്ലായിരിക്കും, നമ്മൾ തന്നെ ഇടാമായിരിക്കും. അങ്ങനത്തെ നമുക്ക് എന്താണ് ചെയ്യേണ്ടതെന്ന് തന്നിരിക്കും. അപ്പം ഈ ഒരു പ്ലേസ് റീപ്ലേസ്മെന്റ് അൽഗോരിതം യൂസ് ചെയ്തിട്ട് 3 എണ്ണം ഉണ്ട്.
ആ 3 എണ്ണം നമ്മൾ ചെയ്യണം. ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ടാവും. അപ്പൊ ഇതൊരു ഇമ്പോർട്ടന്റ് ന്യൂമറിക്കൽ വരുന്ന ഒരു ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണിത്. ഇതെന്തായാലും പഠിക്കേണ്ടതാണ്. ഞാൻ പറഞ്ഞുതരാം ഓരോ അൽഗോരിതം എന്താണെന്ന് ഞാൻ പെട്ടെന്ന് പറഞ്ഞുതരാം. ഫസ്റ്റ് പേജ് റീപ്ലേസ്മെന്റ് അൽഗോരിതം ആണ് FIFO, ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട്. ഫസ്റ്റ് വരുന്ന ഇത് സിംപ്ലസ്റ്റ് പേജ് റീപ്ലേസ്മെന്റ് അൽഗോരിതം ആണ്. When a page wants to be replaced, the oldest page will be chosen. ഒരു പേജ് റീപ്ലേസ് ചെയ്യണമെങ്കിൽ, ഒരു പുതിയ പേജിനെ റീപ്ലേസ് ചെയ്യണമെങ്കിൽ നമ്മൾ ഓൾഡസ്റ്റ്, ഏറ്റവും ആദ്യം നമ്മൾ എന്ത് ചെയ്തു, ഇൻപുട്ട് ആയിട്ട് കൊടുത്ത പേജിനെ റിമൂവ് ചെയ്തിട്ട് പുതിയ പേജിനെ നമ്മൾ എന്ത് ചെയ്യും, റീപ്ലേസ് ചെയ്യും. അതാണ് ഈ ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട്. ആദ്യം കയറിയത് ആദ്യം തന്നെ നമ്മൾ പുറത്താക്കും. ആ ഒരു മെക്കാനിസം ആണ്, ഒരു അൽഗോരിതമാണ് ഇവിടെ യൂസ് ചെയ്തേക്കുന്നത്. ഇവിടെ നമുക്ക് പേജ് റീപ്ലേസ്മെന്റില് FIFOയില് നമ്മൾ ഇവിടെ എടുത്തേക്കുന്നത് 3 ഫ്രെയിംസ് ആണ്. ആൻഡ് ഇതാണ് നമ്മുടെ പേജ് നമ്പേഴ്സ്. ഇതാണ് പേജ് നമ്പേഴ്സ്. ഈ പേജ് നമ്പറിലോട്ട് ആദ്യം നമ്മൾ 7 ഇൻക്ലൂഡ് ചെയ്തു, അല്ലെങ്കിൽ ഇൻപുട്ട് ആയിട്ട് കൊടുത്തു. അടുത്ത പേജ് നമ്പർ 0 ആണ്, അടുത്തത് 1. ഇനി നമ്മൾ ആദ്യം നമ്മൾ എല്ലാവരെയും നമ്മൾ ഈ ഫ്രാഗ്മെന്റ്സിലോട്ട് ഇൻപുട്ട് ചെയ്ത് കൊടുക്കണം. അടുത്ത നമുക്ക് 2 ആണ് പുതിയത്. അപ്പൊ അതിനുവേണ്ടി നമ്മൾ എന്താണ്, ഓൾഡസ്റ്റ് ആയിട്ടുള്ള ആദ്യം നമ്മൾ ഇൻപുട്ട് ചെയ്ത 7 റീപ്ലേസ് ചെയ്തുകൊണ്ട് നമ്മൾ 2 കൊടുത്തു. അപ്പൊ ഇതിന്റെ ഓർഡർ 2 1 0 ആയി. ഇനി അടുത്ത 0 ഇവിടെ ഓൾറെഡി ഉള്ള പേജാണ്, അതുകൊണ്ട് നമ്മൾ ഇനി അതിനെ ഇൻപുട്ട് ആയിട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് ഇവിടെ വരുന്നത് ഒരു ഹിറ്റാണ്, ഇങ്ങനെ കാണിക്കുന്നത് ഹിറ്റാണ്. പേജ് ഇസ് ഓൾറെഡി ദയർ, സോ അതൊരു ഹിറ്റ് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യും. ഇനി അടുത്ത് 3 ആണെങ്കിൽ നമ്മൾ ആദ്യം എന്താ, നമ്മൾ ആ 7 കളഞ്ഞ് 2 കയറ്റി. നമ്മൾ ഇനി അടുത്ത് കളയാനുള്ളത് 0 ആണ്. 0 ആണ് നെക്സ്റ്റ് എന്തെന്ന് പറയുന്നത്, ഓൾഡസ്റ്റ് പേജ് എന്ന് പറയുന്നത്. അപ്പൊ 0 കളഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്തു, 3 കയറ്റി. 1 2 3. ഇനി അടുത്ത് നമുക്ക് 0 കയറ്റണം. 0 കയറ്റാനായിട്ട് നമ്മൾ അടുത്ത നെക്സ്റ്റ് ഓൾഡസ്റ്റ് ആരാണ്, 1 ആണ്. അപ്പൊ 1 നമ്മൾ മാറ്റിയിട്ട് നമ്മൾ എന്ത് ചെയ്തു, 0 കയറ്റി. 2 3 0. അടുത്ത് 4 കയറ്റണം. 4 കയറ്റുന്ന അടുത്ത ആരാ, 2 നമ്മൾ കളഞ്ഞു, എന്നിട്ട് നമ്മൾ 4 കയറ്റി. ഇനി അടുത്ത് പിന്നെയും നമ്മൾ എന്ത് ചെയ്യും, 2 കയറ്റാനായിട്ട് അടുത്തത് 0 ആണ്. 0 നമ്മൾ എന്ത് ചെയ്യും, 0 ഉപേക്ഷിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും, 3 കയറ്റും. അങ്ങനെയാണ് നമ്മൾ ഇവിടെ ഇങ്ങനെ ഈ FIFO നടക്കുന്നത്. ഈ ഒരു FIFO, ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് റീപ്ലേസ്മെന്റ് അൽഗോരിതം ഇങ്ങനെയാണ് നടക്കുന്നത്. ഇനി അവിടെ നമുക്ക് ഹിറ്റ് വരുന്ന കണ്ടീഷൻസ് ഉണ്ട്. ഹിറ്റ് വരുന്നതെന്ന് വെച്ചാല് ഇപ്പം ഇവിടെ 3 വന്നു, 3 ഇവിടെ ഓൾറെഡി ഉണ്ട്. അതുകൊണ്ട് ഇവിടെ 3 എന്ന് പറയുന്ന പേജ് നമ്മൾ ഇനി കൂട്ടേണ്ടി വരില്ല. അതുകൊണ്ടാണ് ഇവിടെ ഹിറ്റ് വന്നത്. 2 അതുപോലെ തന്നെ 2 ഇവിടെ ഓൾറെഡി ഉണ്ട്, അതുകൊണ്ട് ഇവിടെ വരില്ല. അതാണ് ഹിറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ ഹിറ്റ് റേഷ്യോ എന്ന് പറഞ്ഞാല് എത്രയാണ്, നമുക്ക് നമ്പർ ഓഫ് ടൈംസ് എത്ര ഹിറ്റ് വന്നു, 5 എന്ന് വെച്ചാൽ 1 2 3 4 5 ഹിറ്റ്സ് വന്നു. അതാണ് ഹിറ്റ്. പേജ് ഫോൾട്ട് എന്ന് പറഞ്ഞാൽ ഹിറ്റ് അല്ലാതെ ബാക്കി 1 2 3 4 5 6 7 8 9 10 11 12 13 14 15. അതാണ് പേജ് ഫോൾട്ട് എന്ന് പറയുന്നത്. 15 ഹിറ്റ് റേഷ്യോ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ 5 ഡിവൈഡഡ് ബൈ 15 പ്ലസ് 5. അതാണ് ഇവിടെ ഹിറ്റ് റേഷ്യോ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇത്രയാണ് FIFOയിൽ വരുന്നത്. ഇനി അടുത്ത നമ്മൾ റീപ്ലേസ്മെന്റ് അൽഗോരിതം നോക്കാം. അതിനു മുമ്പ് നമുക്ക് FIFOയിൽ തന്നെ 2 ഇമ്പോർട്ടന്റ് കാര്യം പറയാനുണ്ട്. ചില സമയത്ത് നമ്മുടെ നമ്പർ ഓഫ് ഫ്രെയിംസ് ഇൻക്രീസ് ചെയ്യുമ്പോൾ പേജ് ഫോൾട്ട് റേറ്റ് ഡിക്രീസ് ആവും. നമ്മൾ ഇവിടെ എടുത്ത ഫ്രെയിം റേറ്റ് എന്ന് പറയുന്നത്, ഫ്രെയിം എന്ന് പറയുന്നത് 3 ആണ്. ഇപ്പൊ നമ്മൾ ഒരുപക്ഷെ ഫ്രെയിം എന്ന് പറയുന്നത് ഒരുപക്ഷെ നമ്മൾ 4 ആയിട്ട് കൺസിഡർ ചെയ്തിരുന്നുവെങ്കിൽ ഫോൾട്ട് റേറ്റ് എന്ന് പറയുന്നത് കുറയും. അപ്പൊ നമുക്ക് അവിടെ 5/20 ആയിരിക്കും എന്താണ് അവിടുത്തെ ഫോൾട്ട് റേറ്റ്. ഇത് ഇൻക്രീസ് ചെയ്താൽ നമുക്ക് ഇതിനെക്കാട്ടിലും കുറവായിരിക്കും നമ്മളുടെ പേജ് ഫോൾട്ട് എന്ന് പറയുന്നത്. അതാണ് ഈ ഒരു പോയിന്റ് കൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നത്. ഇൻ സം സിറ്റുവേഷൻ ദ നമ്പർ ഓഫ് ഫ്രെയിം ഇൻക്രീസസ്. പക്ഷെ എല്ലാ സിറ്റുവേഷനിലും അങ്ങനെയല്ല. ചില സിറ്റുവേഷനിൽ നമ്പർ ഓഫ് ഫ്രെയിംസ് ഇൻക്രീസ് ചെയ്താല് ചിലപ്പോൾ പേജ് ഫോൾട്ടും ഇൻക്രീസ് ചെയ്യും. അങ്ങനെ ഒരു സിറ്റുവേഷനെയാണ് ബിലറീസ് അനോമലി എന്ന് പറയുന്നത്. ദിസ് ഈസ് നോൺ ആസ് ബിലറീസ് അനോമലി. ഈ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് 3 മാർക്ക് ക്വസ്റ്റ്യൻ ആയിട്ട് നമുക്ക് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് അത് നോക്കി ഇമ്പോർട്ടന്റ് ആയിട്ട് തന്നെ മാർക്ക് ചെയ്ത് വെച്ച് പഠിക്കാം. ഇതൊരു കണ്ടീഷൻ, ഈ ഒരു കണ്ടീഷനാണ് ബിലറീസ് അനോമലി എന്ന് പറയുന്നത്. നമ്മൾ ഫ്രെയിം കൂട്ടിക്കഴിഞ്ഞാൽ പോലും ഫ്രെയിം ഇൻക്രീസ് ചെയ്താൽ സാധാരണയായിട്ട് ഫോൾട്ട് റേറ്റ് കുറയാണ് ചെയ്യുന്നത്.